ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമുക്ക് ഏത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവ്, ഫാക്കൽറ്റി പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ we we clearly know that there is this gap, right? So what we can do to bridge this gap എന്നുള്ളത് ആയിരിക്കണമല്ലോ ക്വസ്റ്റ്യൻ. നമ്മളെപ്പോഴും ഇതുപോലത്തെ ഡിസ്കഷൻസ് വരുമ്പോഴേക്കും വി ഫൈനലി എൻഡ് അപ്പ് പോയിൻറ്റിങ് ഫിംഗേഴ്സ് ഓൺ ഈച്ച് അതർ. മേ ബി ഇൻഡസ്ട്രി സൈഡിൽ നിന്ന് എഡ്യൂക്കേഷൻ സൈഡിലേക്കുള്ള ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പോയിന്റ് ചെയ്യും, എഡ്യൂക്കേഷൻ സൈഡിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പറയും. അതുപോലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൈൻഡ് ഓഫ് ക്ലൂലെസ് ആണ്, ബട്ട് സ്റ്റിൽ ദേ ഹാവ് ദെയർ ഓൺ വാലിഡ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് പോയിന്റ്സ് ടു അഡ്രസ്. അപ്പോൾ എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചേഞ്ച് പ്രോപ്പറായിട്ട് ഓൺ ടൈം അക്കാഡമിയിലോട്ട് വരാത്തത് എന്ന് പറയുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്ത് തന്നെ പോകണം. നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞ 4 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഓരോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിയുന്നതും അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ ലൈഫിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന കാലഘട്ടം കുറഞ്ഞു വരികയാണെന്നുള്ളതും പറഞ്ഞു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കരിക്കുലം, ഒരു കരിക്കുലം ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. സോ അക്കാഡമിയ ഇസ് ചേസിങ് ദ ഇൻഡസ്ട്രി അറ്റ് എ വെരി സ്മോൾ പേസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ദിസ് സ്കിൽ ഷിഫ്റ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ എന്താണ് സ്കിൽ ഷിഫ്റ്റ് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഐ വെൽക്കം ദീപു. അല്ലേ? And then they go through that, and there is an examination system that actually എന്ത് ചെയ്യും, അവസാനം വാലുവേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ പേര് പാസ്സാവുന്നു, പുറത്തേക്ക് വിടുന്നു, ബാക്കിയുള്ള ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്നു. സോ ഈ ഒരു സിസ്റ്റം ആക്ച്വലി ബിൽഡ് ചെയ്തത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ. ബിക്കോസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു പീരീഡിനകത്ത് സ്കില്ലിംഗ് എന്ന് പറയുന്നത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളൊരു കൺവേർഷനിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരു അസംബ്ലി ലൈൻ മോഡൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. സോ ദാറ്റ് പീപ്പിൾ കം ടുഗെദർ. എന്താണ് അസംബ്ലി ലൈൻ മോഡൽ? എന്താ, ഒരു ബാച്ചായിട്ട് കാര്യങ്ങൾ പ്രോസസ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങളെ അപ്ലൈ ചെയ്ത് പുറത്തേക്ക് ഒരു പ്രോഡക്റ്റിനെ ബിൽഡ് ചെയ്ത് വിടുക എന്ന് പറയുന്ന പോലെ സ്റ്റുഡൻസ് ബിക്കം എ പ്രോഡക്റ്റ്. ആൻഡ് ദാറ്റ് വാസ് പെർഫെക്റ്റ്ലി ഫൈൻ ജസ്റ്റ് ബിക്കോസ് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലൈസൻസ് ടു വർക്ക്. ഒരു സിവിലിലാണെങ്കിലും മെക്കാനിക്കലിലാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലാണെങ്കിലും ഒക്കെ ഒരു ലൈസൻസ് ടു വർക്കാണ്. ആൻഡ് ദെൻ ദേ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് വരെ ആ ജോബിൽ പോകുന്നൊരു വേൾഡിലാണ് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യപ്പെട്ടത്, അല്ലേ? ആൻഡ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പരീക്ഷാ സമ്പ്രദായം പലപ്പോഴും മെമ്മറി ബേസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആണ്. ഹൗ മെനി ഓഫ് യു തിങ്ക് ദാറ്റ് ഈ സിസ്റ്റം ബ്രോക്കൺ ആണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? Okay. So what I will say is that it is not broken, it is functioning exactly as what it was designed for. അതിന് എന്തിനു വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്ത് അതേ കണക്ക് എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ദ നീഡ് ഹാസ് ചേഞ്ച്ഡ്. 3310 മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? പഴയ നോക്കിയയുടെയൊക്കെ. നോക്കിയ ആയിരുന്നു അന്ന് ഭയങ്കര കിടിലൻ ഫോൺ, അല്ലേ? നോക്കിയുടെ ഫോണൊക്കെ ഉണ്ടെന്നൊരു അഭിമാനമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ എടുത്തിട്ട് നോക്കിയുടെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഇതെന്ത് പൊട്ട ഫോണാണ്, ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് സ്നാപ്ചാറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? അതിനകത്ത് ഉണ്ടാവുമോ? അതുകൊണ്ട് അത് പൊട്ടിയ ഫോണാണോ? ഇറ്റ് ഈസ് ഫങ്ഷനിങ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് വാസ് ഡിസൈൻ ഫോർ. എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്? കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും. ഈസ് ഇറ്റ് വർക്കിംഗ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് വാസ് ഡിസൈൻ ഫോർ, അല്ലേ? പക്ഷേ നീഡ് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഷെൽഫ് ലൈഫ് ഓഫ് സ്കിൽസ് ഈസ് ഷ്രിങ്കിങ്, അല്ലേ? ഒരു സ്കില്ല് കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒബ്സൊലീറ്റായി പോകുന്നൊരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാര്യം നോളേജ് ഈസ് നോ മോർ സ്റ്റാറ്റിക്. ന്യൂ നോളേജിൻ്റെ ജനറേഷൻ എന്ന് പറയുന്ന അത്രത്തോളം പുതിയ നോളേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ദർ ഈസ് കൺവേർജൻസ് ഓഫ് ടെക്നോളജീസ് ഹാപ്പനിങ്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഒരു ഇറ നമ്മൾ കണ്ടതാണല്ലേ. അതിനകത്ത് ഒരുപാട് ടെക്നോളജീസ് കൺവേർജ് ചെയ്ത് നമ്മളിപ്പോൾ പറയും എല്ലാം ആപ്പുകളായിട്ട് മാറി എന്ന് പറയും. റേഡിയോ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ക്യാമറ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺവേർജ് ചെയ്ത് ഇതിലേക്ക് വന്നുവെങ്കിൽ ദ വേൾഡ് ഈസ് പ്രോഗ്രസിങ് ടുവേർഡ്സ് എ പ്ലേസ് വേർ ഫിസിക്കലായിട്ടുള്ളത്, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇതിനകത്തായിട്ടുള്ളത്, ഇൻഫർമേഷൻ ടെക്നോളജീസ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇതെല്ലാം കൺവേർജ് ചെയ്യുന്നൊരു പേസിലേക്കാണ്
മാറിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ കേർവ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടൊരു വേൾഡിലേക്ക് ഈ കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് വിടാനായിട്ടാണ്. ബട്ട് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് വേൾഡ് നോ മോർ എക്സിസ്റ്റ് ഫോർ ദം. ഇപ്പോഴത്തെ കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ജോബിനകത്ത് അവർ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസ് ആൻഡ് ടെക്നോളജീസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനകത്തും ആ പുതിയ ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്യേണ്ട കേപ്പബിലിറ്റീസ് ആണ് അവിടെ. ഇറ്റ് ഈസ് നോ മോർ അബൌട്ട് റോഡ് മെമ്മറൈസേഷൻ ബട്ട് അബൌട്ട് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഒരു കാര്യം പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെത്താനെ പഠിച്ചത് അപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് അവിടെ വേണ്ടത്, അല്ലേ? കാര്യം പഴയൊരു വേൾഡിനകത്ത് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നറിയോ? അന്ന് നോളേജ് വാസ് വെരി സ്കാസ്. ഒരു അറിവ് നമുക്ക് നേടണമെങ്കിൽ ഒന്നുകിൽ ഒരു പുസ്തകം കണ്ടെത്തണം, അല്ലെങ്കിൽ അത് അറിവുള്ള ഒരാളിനെ കണ്ടെത്തണം. അല്ലാണ്ട് നമുക്ക് നോളേജ് കിട്ടില്ല, ഇൻഫർമേഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെക്കുന്നത് അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എക്സാമിനേഷൻ സിസ്റ്റവും മെമ്മറി ബേസ്ഡ് ആയിട്ട് മാറിയിരുന്നത്. ആൻഡ് ബ്ലൂംസ് ടാക്സോണമി, ഡിഫറെൻറ്റ് ടാക്സോണമീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാവോ? റിമെമ്പർ ആണ് അതിൻ്റെ എല്ലാത്തിൻ്റെ ആദ്യം സ്ഥലം. ഓർമ്മിച്ച് വെക്കുക, പിന്നെ റിപ്പീറ്റ് ചെയ്യുക, പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു ടാക്സോണമിയിലാണ് എല്ലാ സിസ്റ്റവും വരുന്ന സമയത്ത് എ ചേഞ്ച്, സ്മോൾ ചേഞ്ച് ഹാപ്പൻ. ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഗെറ്റിംഗ് ജനറേറ്റഡ് ടുഡേ കഴിഞ്ഞ 50 വർഷത്തെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെല്ലാം കൂടുതൽ ഒരു വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്താണോ ഇപ്പോൾ എയുടെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് സിലബസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ബണ്ടിൽ ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർ പഠിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതാണോ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ എ ഫാക്കൽറ്റി ടു കംപ്ലീറ്റ്ലി ഈ കാര്യങ്ങൾ പഠിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. സോ ഒൺലി വേ ഔട്ട് ഈസ് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് അലോങ് വിത്ത് വാട്ട്, അതായത് കുറേ ഫൗണ്ടേഷണൽ നോളേജ് അവിടെ നിന്ന് ബേസ്മെൻറ്റ് ഫൗണ്ടേഷണൽ സാധനങ്ങൾ അവിടെ ചേഞ്ച് ചെയ്ത് അത് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ മാറി വരുന്ന കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഇത് കാണിക്കാം. നെക്സ്റ്റ് പോവോ. ഇപ്പോൾ സോ ഐ റെപ്രസെൻറ്റ് ദ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനി. ഞാൻ ഫയ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറാണെന്ന പോലെ കേരളത്തിലെ ഏകദേശം 280ഓളം IT കമ്പനികളുടെ കൺസോർഷ്യമുണ്ട്. സോ ഐ എം എ എക്സിക്കോ മെമ്പർ ദെയർ. ആൻഡ് അവരെന്നോട് ഒരു 4 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സ്കിൽ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യണം. വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ, എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, എന്തുകൊണ്ടാണ് ഈ സ്കിൽ ഗ്യാപ്പ്, എന്താണ് ഇവിടെ ഒന്നും നടക്കാത്തത്? വാട്ട് ഐ ഹാവ് ഫൗണ്ട് ഈസ് എ ലോട്ട് ഓഫ് ഏജൻസീസ് ആർ ട്രൈങ് ടു ഡു ദ സെയിം. സ്കിൽ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യണം. ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്, ഡിഫറെൻറ്റ് NGOs ഉണ്ട്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇവരെല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരാരും കൊളാബറേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ ഇത് നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ പറ്റില്ല, എല്ലാം സർക്കാർ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ സർക്കാർ 2 ഏജൻസീസ് വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് ദേ ഡു നോട്ട് വർക്ക് ടുഗെദർ ബിക്കോസ് എവരി വൺ ബിൽഡ്സ് എ ടെറിട്ടറി ആൻഡ് അതിനകത്ത് നിന്നിട്ട് വർക്ക് ചെയ്യണം. സോ വി വാണ്ട് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് എക്സിസ്റ്റിംഗ്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ സ്ഥലത്ത് ഏകദേശം 250 ഇപ്പോൾ ഇൻഫോസും TCSും ഒക്കെ ഭാഗമായിട്ടുള്ള IT കമ്പനികളുടെ ഒരു കൺസോർഷ്യം എന്ന നിലയ്ക്ക് വാട്ട് വി ക്യാൻ സേ ഇസ് ദാറ്റ് ക്യാൻ വി വർക്ക് ടുഗെദർ. കാര്യം എന്താ, ഹയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ IT-യുടെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് സോ വി ക്യാൻ സേ ദാറ്റ് ഞങ്ങൾ എങ്ങനെയാണ് ഹയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ IT ഫേംസ് ഫോളോ സ്കിൽ ബേസ്ഡ് ഹയറിംഗ്. സ്റ്റേറ്റ് ഗിയേഴ്സ് അപ്പ് ഫോർ ഷിഫ്റ്റ് ഇൻ hiring process. Placement delay, any launch pad. What happened is that we built something called MuLearn. wo സ്കിൽ എങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ റീഡിഫൈൻ ചെയ്തു. വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കമ്പനി ഹയർ ചെയ്യാനായിട്ട് പോകുന്നില്ല. ജസ്റ്റ് മാർക്ക് മാത്രം നോക്കിയിട്ട് ഹയർ ചെയ്യാൻ പോകുന്നില്ല. വി വാണ്ട് ടു സീ യുവർ പ്രൂഫ് ഓഫ് വർക്ക്. അപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ചു എന്നുള്ളതിൻ്റെ എന്ത് പ്രൂഫ് ഓഫ് വർക്ക് തരാൻ പറ്റും? വെബ് പഠിക്കുന്നവൻ അതിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയെങ്കിലും പോയി കണ്ടിട്ട് അവിടെ നിന്നൊരു അവർക്ക് എന്താ വേണ്ടതെന്ന് റിക്വയർമെൻറ്റ് എടുത്ത് അവർ ചായക്കടയ്ക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അത് ലൈവ് ആക്കിയിട്ട് അവർക്ക് കൊടുത്ത് അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ ലിങ്ക് കാണിച്ചാൽ പോരെ അവർ വെബ് ഡെവലപ്മെൻറ്റ് അറിയാമെന്നറിയാൻ. അതിന് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? സോ പ്രൂഫ് ഓഫ് വർക്ക് ഷുഡ് ബി പ്രൂഫ് ഓഫ് സ്കിൽസ്. പ്രൂഫ് ഓഫ് സ്കിൽസ് ആയിട്ട് പ്രൂഫ് ഓഫ് വർക്ക് ആയിട്ട് മാറണം. എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തു പോകാനായിട്ട് പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കി ഇന്ന് ഏകദേശം 40,000-ഓളം കുട്ടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വാട്ട് MuLearn പ്രൊവൈഡ്സ് ഈസ്
empowerment to student to get access to the right network and opportunities. അതായത് നമ്മുടെ കുട്ടികളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ഹയർ ദാൻ എനി ജനറേഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദിസ്. പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. നമ്മളവരെ പഴയ നമ്മൾ കണ്ട ആ ലോകത്തിലേക്ക് പിടിച്ചിട്ട് അതേപോലെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ ശരിയായ ദിശയിൽ നടക്കും. അല്ലെങ്കിൽ അവർ മിസ്റ്റേക്സ് വരുത്തും, ഫോൾസ് വരുത്തും. ആ മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ പാടില്ല, ഒരു ഫെയില്യേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നോക്കുകയാണെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ ലിവിങ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ് വേർ ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്, ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. കാര്യം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, മറ്റേ ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തെറ്റായിട്ടൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ. കാര്യം ഒരു ഫിലിം പോവും. ഇന്നതാണ് പ്രശ്നം. ഇന്ന് ടക്കെ നോക്ക് ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് ഷാർപ്പൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അല്ലേ. അതുപോലെ തന്നെ എഴുതുന്നത് പേന കൊണ്ടോ ടൈപ്പ് റൈറ്ററിലോ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക്? ടുഡേ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ദേ ക്യാൻ ഡിലീറ്റ് ഇറ്റ് അല്ലേ. അപ്പോൾ ആ മിസ്റ്റേക്ക് പറ്റി എക്സ്പീരിയൻഷ്യലായിട്ട് ലേൺ ചെയ്യേണ്ടതിൻ്റെ ഒരു വേൾഡിലാണ് അവരിന്ന് നിൽക്കുന്നത്. ബിക്കോസ് ദി ന്യൂ ഇൻഫർമേഷൻ, ന്യൂ തിങ്സ് കീപ്പ് ഓൺ ചേഞ്ചിങ്. ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ആവശ്യം. ആൻഡ് ദ വേൾഡ് ഈസ് ഹെഡിങ് ടുവേർഡ്സ് എങ്ങനെയെന്നറിയാവോ? എക്സ്പൊണൻഷ്യൽ ചേഞ്ചസ്. ഇന്ന് പറയുന്നു 85 million ജോബ്സ് ആർ ഗോയിങ് ടു ബി ഒബ്സലീറ്റ് ഇൻ ദ കമ്മിങ് ഫ്യൂ ഇയേഴ്സ്. അതായത് ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് നമ്മൾ ജോലികളായിട്ട് കാണുന്ന പല ജോലികളും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. They are working, they are planning, they are preparing to work on something, some problems that are not problems today. ഇന്ന് പ്രോബ്ലംസ് അല്ലാത്ത കുറേ പ്രോബ്ലംസ് ആയിരിക്കും അവിടെ ഇത് ചെയ്യാൻ പോകണം. ഇപ്പോൾ 10 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മൾ പറയുന്ന പല ജോലികളും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ, അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് വളരെ കുറച്ച് അങ്ങനത്തെ ഇതാണെന്ന് വരുന്നെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ബിക്കോസ് we had a user experience moment for AI. എന്താ യൂസർ എക്സ്പീരിയൻസ് മൊമെൻ്റ് എന്നറിയോ? നമ്മൾ ഒരു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയതായിട്ട് വന്നൊരു സാധനമല്ല. ഇറ്റ് ഈസ് എക്സിസ്റ്റ് ഫോർ പാസ്റ്റ് 50 years. പക്ഷേ ഓവർ ദ ഇയേഴ്സ് വരുന്ന സമയത്ത് ഇനഫ് കമ്പ്യൂട്ടർ ആൻഡ് മെമ്മറിയൊക്കെ ഉണ്ടായതിനു ശേഷം ഇന്ന് AI നമ്മളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. നേരത്തെ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുമെങ്കിൽ നമ്മളതിനെ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യും. ചാറ്റ് GPT ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് എത്രത്തോളമാണെന്ന് അറിയാവോ? ആൻഡ് നമ്മൾ നിൽക്കുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ബിക്കോസ് യു ഹാവ് സീൻ കോവിഡ് അല്ലേ. കോവിഡ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 6 പേർക്ക് കോവിഡായി, 7 പേർക്ക് കോവിഡായി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. ശരിയാ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കുറേ പേര് അവിടേക്ക്, നമുക്കൊന്നും വരത്തില്ല, അവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് അതൊക്കെ പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് വി ഹാവ് സീൻ എ വേൾഡ് വാർ. കംപ്ലീറ്റ് ലോകം അടച്ചിട്ടു 1 വർഷത്തേക്ക്, 1.5 വർഷത്തേക്ക് അല്ലേ. കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റീവായിട്ട് ചേഞ്ച് ഉണ്ടായി. നമ്മൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണോ കമ്പനി വർക്ക് ചെയ്തിരുന്നത്, ഈ കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്ട്രപ്റ്റ് ആയില്ലേ. സോ ദാറ്റ് ഡിസ്ട്രപ്ഷൻ ഈസ് അഹെഡ്. ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഇപ്പോൾ ഓരോ ഇത് നോക്കൂ, AI എങ്ങനെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് AI, ഇറ്റ് ഈസ് അബൌട്ട് ടെക്നോളജി കൺവേർജൻസ്, ജീനോമിക്സ്, ബയോടെക്നോളജി, IoT, എഡ്ജ് കമ്പ്യൂട്ടിങ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേഗം എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആണ്. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇല്ല കുഴപ്പമില്ല. നെക്സ്റ്റ് ഇത് ലോഞ്ച് പാഡ് വീഡിയോ കിട്ടോ, കുഴപ്പമില്ല. ലോഞ്ച് പാഡ് ഈസ് ജസ്റ്റ് ലൈക്ക് വി ആർ ബ്രോട്ട് ടുഗദർ. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് സജി ഗോപിനാഥ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ദീപു സ്കിൽ ബേസ്ഡ് ഹയറിങ്, സ്കില്ലാണ് ബെറ്റർ എന്നൊക്കെ പറയും. പക്ഷേ വേണ്ട പറയും. പക്ഷേ എന്ത് സംഭവിക്കും? കമ്പനീസ് അവിടെ ഹയർ ചെയ്യാനായിട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ? 60% മാർക്കുള്ള കുട്ടികളെ, ഹലോ ഇതാണോ തീർന്നത്? അല്ലല്ല, കുഴപ്പമില്ല. 60% മാർക്കുള്ള കുട്ടികൾ കാണിക്കും, 70% മാർക്കുള്ള കുട്ടികൾ കാണിക്കും. അറിയാം, HR വന്ന് ചോദിക്കുന്നത് എന്താണ്? മാർക്കുള്ളവരെ മാത്രം ഹയർ ചെയ്താൽ മതി എന്നുള്ള സാധനം. അപ്പോൾ പിന്നെ കുട്ടികൾ എന്തിന് സ്കില്ല് ബിൽഡ് ചെയ്യണം? ഒൺലി ഇഫ് ദ ഗെയിൻ മാർക്സ് അവർക്ക്
കമ്പനീസിൽ ഇത് ചെയ്യാൻ പറ്റും. സോ ബീയിങ് ദ കൺസോഷ്യം ഓഫ് ഓൾ ദ IT കമ്പനീസ് എന്ന സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ HR-മാരെയും വിളിച്ചു. അപ്പോൾ HR-മാർക്ക് എന്താ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഒരു ക്യാമ്പസിൽ പോവുക, ടോപ്പായിട്ടുള്ള 10 ക്യാമ്പസുകൾ എടുക്കുക, അവിടെ പോവുക, റിക്രൂട്ട് ചെയ്യുക. ഏറ്റവും അടിപൊളി കുട്ടികൾ ഇവിടെ പോളിടെക്നിക്കിനകത്തുണ്ട്, അല്ലെങ്കിൽ വേറെ പല സ്ട്രീമിനകത്തും ഉണ്ട്. നമ്മുടെ IT-യിൽ ഇതിൻ്റെ അകത്ത് കോഡ് എഴുതി പ്രൂഫ് ഓഫ് വർക്ക്, പക്ഷെ അവർക്ക് അവിടെ പലപ്പോഴും അവസരം കിട്ടാറില്ല. സോ വാട്ട് വി ഡിഡ് ഈസ് we just told these companies, around 100 companies came together and said like we vouch in the skill based hiring, and 10,000-ഓളം കുട്ടികളെ നമ്മളൊരു ചലഞ്ചിലൂടെ കടത്തിവിട്ടു. അതായത് ഒരു 2 മാസം നീണ്ട് അവർക്ക് സ്വന്തമായിട്ട് പോയി പഠിച്ച് പുതിയ കുറേ കാര്യങ്ങൾ കൊടുത്ത് ഇത് പഠിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി. അവസാനം 460 കുട്ടികളാണ്. ജസ്റ്റ് മറ്റേലേക്കൊന്ന് പോവാം. വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാവുന്ന ദിവസമാണല്ലോ. ആളുകളെ എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട പരിശീലനം കൊടുത്തിട്ട് എടുത്താലേ ഗുണമുള്ളൂ. വളരെയധികം ടാലന്റ് നമുക്ക് ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് യൂണിവേഴ്സിറ്റികളോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയും കൂടി ജോയിന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇവിടെയാണ് ന്യൂലേണിന്റെയും IEEE പോലെയുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം പ്രസക്തി വളരെ പ്രസക്തമാകുന്നത്. So typically it is a launchpad for preparing a future-ready workforce. അപ്പോൾ EYM, ടാറ്റ എലക്സി ഇങ്ങനത്തെ കമ്പനീസ് എല്ലാവരും അവിടേക്ക് വന്നു. ടാറ്റ എലക്സി പോലുള്ള കമ്പനി വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അവർ 26 പേരെ ഹയർ ചെയ്തു, 46 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ്. ആൻഡ് അതിനകത്ത് 16 കുട്ടികളും Tier 2, Tier 3 കോളേജ് എന്നുള്ളതായിരുന്നു. പോളിടെക്നിക്കിലെ കുട്ടിയെ അവർ ഹയർ ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? അവന് കാണിക്കാൻ പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇന്ന് പ്രൂഫ് ഓഫ് വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ എന്താണ്, എങ്ങനെ ട്രസ്റ്റ് ചെയ്യും ഒരു മാർക്ക് വാങ്ങിച്ചിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിയിട്ട് വരുന്ന കുട്ടികളെ? അപ്പം നമുക്ക് എന്തും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വേൾഡിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. നമ്മൾ പല സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് കണ്ടു. ഒരു അഗ്രികൾച്ചറൽ റെവല്യൂഷൻ കണ്ടു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി. ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈ 2000 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ ടെക്നോളജീസ് എല്ലാം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ. വെബ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു സാധനം വന്ന ഇൻ്റർനെറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് മൂവ്മെൻ്റ് എന്ന് പറയും. ഒരു ബ്രൗസർ ഉണ്ടായപ്പോഴാണ് അതിനകത്ത് എല്ലാം വെബ്സൈറ്റുകൾ ടൈപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയത്. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഗൂഗിളും ഫേസ്ബുക്കും പോലുള്ള എല്ലാ കമ്പനീസും ഉണ്ട്. ഇൻ്റർനെറ്റ് എക്സിസ്റ്റഡ് ലോങ് ബിഫോർ. ഇറ്റ് വാസ് ഫോർ എന്താണ്, മിലിറ്ററിയുടെ സെക്യൂരിറ്റി പർപ്പസിനകത്ത് ഇൻഫർമേഷൻ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനത്തിന് ഒരു ബ്രൗസർ ഉണ്ടാക്കിയിട്ട് ആർക്കും വന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റുന്നൊരു ഇതുണ്ടായി. ആൻഡ് ഓൾ ദ ടെക്നോളജി ജയൻസ് ഇഫ് യു സീ ടുഡേ, ഇവരെല്ലാവരും ഇവിടെ നിന്ന് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ കാശുണ്ടാക്കിയ കമ്പനീസാണ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വിത്ത് ഇൻഫിനിറ്റ് ലെവറേജ്. എന്താ ഇൻഫിനിറ്റ് ലെവറേജ്? പണ്ട് കാശുണ്ടാക്കണമെങ്കിൽ വെൽത്ത് വാസ് ആക്സസിബിൾ ഓൺലി ടു സർട്ടൻ ടൈപ്പ് ഓഫ് പീപ്പിൾ. ഒന്നി പരമ്പരാഗതമായിട്ട് സ്വത്തുണ്ടാവണം, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം, എങ്കിലേ അത്രയും സ്വത്തുണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് അതിന് ആക്സസ് ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് വേൾഡിലെ ടോപ്പ് ബില്യണേഴ്സ് എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ ബില്യണേഴ്സ് ആണ്. ജസ്റ്റ് ബിക്കോസ് they got access to the right technology and the network at the right time, and they started building things in the global scale. അതേ സാധനം ബിൽഡ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഐ വിൽ ഗിവ് യു വൺ സ്റ്റോറി. അതായത് ഞങ്ങൾ ഇപ്പം ഫേസ്ബുക്ക് മെറ്റയുടെ സ്പാർക്ക് AR എന്ന് പറയുന്നൊരു ഇത് നടക്കുന്നുണ്ടായിരുന്നു. സ്പാർക്ക് AR മീൻസ് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഈ ഫിൽറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കോമ്പറ്റീഷനാണ്, വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന കോമ്പറ്റീഷനാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പടം വരയ്ക്കുക എന്ന് പറയുന്നൊരു സാധനമാണ് അവിടുത്തെ ഇത് വരുന്നത് എങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സ്പാർക്ക് AR അറിയില്ല. അങ്ങനെ മെറ്റ ഫേസ്ബുക്ക് ഗ്ലോബലി ഒരു കോമ്പറ്റീഷൻ നടത്തുന്നതും അറിയില്ല. സോ വാട്ട് വി ഡിഡ് ഈസ് വി ജസ്റ്റ് ആസ്ക്ഡ്, നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. 65 കുട്ടികൾ പടം വരച്ചിട്ടു. അവരെ കൊണ്ടുവന്ന് ഇതേനൊക്കെ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു സെഷൻ എടുത്തു. എന്താണ് സ്പാർക്ക് AR, എന്താണ്, എങ്ങനെ ഗ്ലോബൽ ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്താ സംഭവിച്ചതെന്നറിയോ? ലോകത്തെ മുഴുവൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ഉള്ളതിൽ 200 വിന്നേഴ്സ് ഉണ്ടായിരുന്നതിൽ 27 പേര് നമ്മുടെ ഒരു ക്ലാസ്സിനകത്ത് നിന്ന് പോയ കുട്ടികളാണ്. 18 ലക്ഷം രൂപയാണ് ആ കുട്ടികൾ വിൻ ചെയ്തത്. സോ
വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മുടെ കുട്ടികളുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർക്ക് അറിയില്ല. നമ്മളവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലെ അതേ സാധനത്തിലൂടെ തന്നെ കടത്തി വിട്ടിട്ട് അതുപോലെ തന്നെ ആ വരയിലൂടെ തന്നെ ജീവിച്ചു പോവുകയാണ് എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ the world that they are going to get exposed to is something completely different, where പുതിയ കാര്യങ്ങൾ ശ്രമിക്കാനും അത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 2 years you will start seeing ഏറ്റവും വലിയ ലേ ഓഫ്സ് കാണാനായിട്ട് പോവുകയാണ്. ബിക്കോസ് many of the jobs these people are working on is not going to exist there. അത് വളരെ ഇതായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പല കമ്പനീസും ഇപ്പോൾ ടാഗ് ചെയ്ത് തുടങ്ങി ഇതൊക്കെയാണ് റിഡൻഡൻ്റ് ആയിട്ട് പോകാൻ പോകുന്ന ജോബ്സ് എന്നുള്ളത്. ഇവർ ഇത്രയും പേര് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്ന ഒരു വേൾഡിലേക്കാണ് ഇനി വരാൻ പോകുന്ന കുട്ടികൾ സർട്ടിഫിക്കറ്റും തൂക്കി ചെല്ലാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഏക ഇതെന്ന് പറയുന്നത് അവർക്ക് ഒരു ബാഗേജ് ഇല്ല. മറ്റേ 10 വർഷം എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. പുതിയ കാര്യങ്ങൾ പുതിയ ടൂളുകളും പഠിച്ച് ചെയ്യാനായിട്ട് കൺസെപ്റ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. പിന്നെ അത് പുതിയ കാര്യങ്ങളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നോവേഷൻ എക്കോസിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണമെന്ന് ശ്രമിക്കുന്നത്. ഇന്നോവേഷൻ മീൻസ് എന്താണ് ഇന്നോവേഷൻ? ഇതുവരെ നമ്മൾ കടന്നു പോയിരിക്കുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു കാര്യം ഉണ്ടാക്കുന്നതാണ് ഇന്നോവേഷൻ. അതേ പാതയിലൂടെ നടന്നു പോകുന്നതാണോ ഇന്നോവേഷൻ? സോ വൈ വി ആർ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ഇന്നോവേഷൻ സീരീസ് ജസ്റ്റ് ബിക്കോസ് നമ്മൾ ആ വരയിലൂടെ നടക്കാനാണ് പഠിപ്പിക്കണം. വര തെറ്റിക്കഴിഞ്ഞാൽ അപ്പം അടിക്കും. അപ്പോൾ ക്ലർക്കുമാരെ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു ഇതിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് ആ ഒരു ക്ലറിക്കൽ മൈൻഡ് സെറ്റ് ഇൻബേബ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അത് ഇതുവരെ ഓക്കെ ആയിരുന്നു. ബിക്കോസ് ദർ വാസ് എ ലോട്ട് ഓഫ് ജോബ്സ് ദാറ്റ് എക്സിസ്റ്റഡ് വിത്ത് ദാറ്റ് തിങ്. അത് ചെയ്യാനായിട്ട് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏറെക്കുറെ ഒരുപാട് പേർക്ക് ജോലി. പക്ഷേ ഈ വർഷത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. പ്ലേസ്മെൻറ്റ് കമ്പനീസ് വരുന്നുണ്ടോ പഴയതുപോലെ? കഴിഞ്ഞ വർഷം പ്ലേസ്മെൻറ്റ് കൊടുത്ത ആൾക്കാർക്ക് ഇന്ന് വരെ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് പല കമ്പനീസിനകത്തും എന്ത് ചെയ്യില്ല, ഓഫർ ലെറ്റർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പുള്ളി പറഞ്ഞു എൻ്റെ മകൾക്ക് എൻ്റെ കമ്പനിയിലാണ് ഓഫർ ലെറ്റർ കൊടുക്കാനായിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോൾ വീട്ടിൽ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം അവർക്ക് ഓഫർ ലെറ്റർ അയക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ പൈപ്പ് ലൈൻ ഓഫ് പ്രോജക്ട്സ് ഈസ് നോട്ട് വിസിബിൾ ഫോർ ദം. 6 മാസം കഴിഞ്ഞിട്ട് ഇവർ എന്തെല്ലാം വർക്ക് ചെയ്യേണ്ടതെന്ന് കമ്പനീസിന് അറിയില്ല. വേറൊരു കമ്പനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത 80% ആൾക്കാർ ഇപ്പോഴും ബെഞ്ചിലിരിക്കുക. അവർ ഇതുവരെ പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കോവിഡിന് ശേഷം ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായി. കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത് പലപ്പോഴും അറ്റൻഡൻസിന് വേണ്ടി മാത്രമാണ്. അറ്റൻഡ് ചെയ്യാനായിട്ടല്ല, അറ്റൻഡൻസിന് വേണ്ടി ക്ലാസ് ഇരിക്കുന്നു. ടീച്ചറിന് അറ്റൻഡ് ഇത്ര ഇത് വേണ്ടത് അത്രയും ക്ലാസ്സുകൾ വരുന്നു. ഇവരുടെ ടൈം ഉണ്ടല്ലോ, ദേ ഷുഡ് ബി എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസിങ് ഓൺ അപ്ലൈയിങ് തിങ്സ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ആവശ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ കളിയാക്കും. നമ്മൾ ആനേനെയും പുലീനെയും പൂച്ചേനെയും എല്ലാത്തിനെയും എടുത്തിട്ട് മരം കയറാൻ പറഞ്ഞിട്ട് മാർക്ക് ഇടും എന്ന് പറയും അല്ലേ? ഓരോന്നിനും അതിൻ്റേതായുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ആണോ? ഡിഫറെൻറ്റ് സ്കിൽസ് ഉണ്ട് അതിൻ്റെ വേണ്ട. ഇപ്പോൾ ചീറ്റയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വേഗതയുള്ള ഇതായിരിക്കും. പക്ഷേ നമ്മൾ ഒരു സർക്കസ് കമ്പനി എടുത്ത് നോക്കൂ. സർക്കസ് കമ്പനിക്കകത്ത് എന്താ ചെയ്യണേ? ഇതിനെ എല്ലാത്തിനെയും പിടിച്ച് സൈക്കിൾ ഓട്ടിക്കും, കസേരയിലെടുത്തും അല്ലേ? പക്ഷെ നന്നായിട്ട് ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് അത് ഹാപ്പിയാണ്. മാനേജ്മെൻറ്റ് ഹാപ്പിയാണ്. കാര്യം എന്താ? കാണികൾ ഇഷ്ടംപോലെ വരുന്നു, കൈയടിക്കുന്നുണ്ട്, ആ ജോലി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിനർ ഹാപ്പിയാണ്. യു ആർ എക്സെപ്ഷണലി പെർഫോമിങ്. ആ കസേരയിൽ ഇരിക്കണ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ്, സൈക്കിൾ ഓട്ടി പോണ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് എന്ന് പറയുന്ന രീതിയിൽ ആ സ്കില്ലിന് ട്രെയിൻ ചെയ്ത് അത് കിടിലമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർക്കസ് കമ്പനി പൂട്ടാൻ പോവുക. റെപ്പറ്റേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന പല ജോലികളും അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. യു ജസ്റ്റ് തിങ്ക് ഈ സർക്കസ് കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ ആനേനെയും പുലിനെയും ഇതിനെല്ലാത്തിനെയും തിരിച്ച് കാട്ടിൽ കൊണ്ട് വിടുകയാണെന്ന് വിചാരിക്കട്ടെ. ഹൗ ലോങ് ഡസ് ഇറ്റ് സർവൈവ്? എത്ര നാൾ സർവൈവ് ചെയ്യും? 10 ദിവസം. കാരണം ഇര പിടിക്കാൻ അത് പഠിച്ചിട്ടില്ല അല്ലേ? ബിക്കോസ് നമ്മുടെ ഇന്നത്തെ കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊരു വേൾഡിനകത്ത് അവർ ഇര പിടിക്കാൻ പഠിക്കണം എന്ന് വെച്ചാൽ പുതിയ ടെക്നോളജീസ് സ്വന്തമായിട്ട് പഠിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. Not just the students, but also who is currently working in the industry. ഇന്ന് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാർ പുതിയ ടെക്നോളജീസ് പഠിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അവിടെ ജോലി ഉണ്ടാവുമോ? എന്തുകൊണ്ടാണ് ഇത്തരം സെഷൻസും ഇത്തരം കോൺക്ലേവുകളും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്? പണ്ട് പഠനം ജീവിതത്തിൻ്റെ ഒരു ഭാഗം നടക്കുന്നു, പിന്നെ നമ്മൾ ജോലി ചെയ്ത് റിട്ടയർമെൻറ്റിന് പോകുന്നെങ്കിൽ പഠനം ഹാസ് ബിക്കം ദ പാർട്ട് ഓഫ് അവർ ജോബ്. ആൻഡ്
you have to see that companies have to raise to build the AI or they will be incompetent. അതായത് കുറേ ഈ ടെക്നോളജി ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയാത്ത കമ്പനികൾ പലതും മുമ്പിലേക്ക് പോകുമ്പോൾ അബ്സല്യൂട്ട് ആയി പോകും. കാര്യം എന്താ, ഇന്ന് ഓരോ ആൾക്കാർക്കും നമ്മളുടെ കുറവുകൾ എന്താണോ അത് ജനറേറ്റീവ് ചെയ്തിട്ട് പാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന പവറാണ് നമുക്ക് കിട്ടിയേക്കണം അല്ലേ. ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് ഡിസൈൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും റീൽ എടുക്കുന്ന എത്ര പേരുണ്ട്? വീഡിയോ, പണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇടണമെങ്കിൽ എന്ത് പ്രോബ്ലം ആയിരുന്നു. ഇന്ന് എല്ലാവരും റീൽ ക്രിയേറ്റ് ചെയ്യില്ലേ? ബിക്കോസ് നമ്മൾ അത്രത്തോളം സ്കിൽഫുൾ ആക്കി മാറ്റുന്ന ഒരു വേൾഡിലാണ് വരുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുഡ് ബി മോർ പ്രൊഫൗണ്ട് ഇംപ്ലിക്കേഷൻ ഫോർ ഹ്യൂമാനിറ്റി ദാൻ ഇലക്ട്രിസിറ്റി ഓർ ഫയർ എന്നാണ് സുന്ദർ പിച്ചൈ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റിലേക്ക് ഒന്ന് പോകാവോ? സോ വേറെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പഴയ ജനറേഷൻ, ഒരു 100 വർഷം മുമ്പുള്ള ജനറേഷൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എഴുന്നേറ്റ് ദൈവമേ എന്ന് പറഞ്ഞ് തൊഴും. കാര്യം എന്താ അറിയോ? അന്ന് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യണത്. ഗൂഗിൾ മീറ്റിലും സൂമിലും പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന എത്ര പേരുണ്ട്? പ്രത്യക്ഷപ്പെടാൻ അപ്രത്യക്ഷപ്പെടാൻ പറ്റുമോ? ഒരു സ്ഥലത്തു നിന്ന് പല സ്ഥലങ്ങളിലും വരാൻ പറ്റുമോ? അതല്ലേ വരുന്നത് വത്സ അല്ലേ? മഴ പെയ്യിക്കാൻ പറ്റും, ജീനോമിക്സ് നടക്കുന്നു. നമുക്ക് ദൈവത്തിന് മാത്രം കഴിയുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന് എന്ത് ലോകത്തുള്ള എന്ത് ഇൻഫർമേഷനും ഒറ്റയടിക്ക് സിന്തസൈസ് ചെയ്ത് എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. ഇപ്പോൾ ChatGPT എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്ഡമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ മാറിയിട്ട് ആ പവർഫുൾ ടൂൾസും കാര്യങ്ങളും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യരായിട്ട് പഴയ കാലത്ത്. ആൻഡ് നമ്മുടെ കുട്ടികളെയും പിടിച്ചിട്ട് പോകുന്നത് എന്തിലേക്കാ? അതുപോലെ ജീവിക്കാൻ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്നത്തെ ജനറേഷൻ ദേ ആർ ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. അവർ പഠിക്കുന്നതിൻ്റെ വേഗം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ദ വേ ദേ അഡാപ്റ്റ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. ഒരു പുതിയൊരു ടെക്നോളജി എന്ത് കാര്യം വരികയാണെങ്കിൽ അവർ ഹാൻഡ്സ് ഓൺ ആണ് പഠിക്കുന്നത്. ബിക്കോസ് ദേ ആർ ബോൺ ബേസ്ഡ് ഓൺ ദ വേൾഡ് വിച്ച് ദേ ബിലോങ് ടു. ബട്ട് വാട്ട് വി ഡു ഈസ് വി ടേക്ക് ദം ആൻഡ് എന്നിട്ട് ഷെൽഫിൽ കൊണ്ടുവെക്കുന്നു. ഒരു ഫാക്ടറി മോഡലിനകത്ത് അസംബ്ലി ലൈനിൽ കയറ്റി വിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്രൗട്ട് ചെയ്യാൻ പറയുക. നിങ്ങൾ എന്തായിട്ട്? നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ, നിങ്ങൾ സിവിൽ എഞ്ചിനീയർ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ഫാമർ ഒരു വിത്തിനകത്തുനിന്ന് മുളച്ചു വരുന്നത് എന്താ? എന്തിൻ്റെ ചെടിയാണ് വരണേ? എന്തിൻ്റെ വിത്താണോ അതിൻ്റെ ചെടിയാണോ മുളച്ചു വരുന്നത്? അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മുളച്ചു വരണമെങ്കിൽ എന്ത് വേണം? അതിന് കറക്റ്റായിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്യണം അല്ലേ? അതിൻ്റെ ഒരു നല്ല വയലിൽ നല്ല ഇതുള്ള സ്ഥലത്താണെങ്കിൽ അത് സ്പ്രൗട്ട് ചെയ്ത് വരും. അല്ലാണ്ട് ഷെൽഫിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മുളയിട്ട് വരുമോ? ഈർപ്പമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇട്ടാൽ വരുമോ? നമ്മൾ അങ്ങനത്തെ ഡ്രൈ സ്പേസുകളാണ് പലപ്പോഴും ഇന്നത്തെ റിജിഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് എ സീഡ് ആൻഡ് ഇൻസ്റ്റെഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വിത്തിൻ ആൻഡ് സ്പ്രൗട്ട് ഔട്ട് അത് എന്തിൻ്റേതാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിലാണ് വേൾഡ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്രിയേറ്റീവ് സാധനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് കോഡ് എഴുതാനായിട്ടായിരിക്കും. അവർ മാത്രം കോഡ് എഴുതാൻ പോയാൽ പോരെ. എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിൽ എല്ലാവരും പ്രോഗ്രാമർ ആവേണ്ടി ആവശ്യം എന്താ? സിവിലിലും മെക്കാനിക്കലും ഇതിനകത്തും ഒക്കെ ഈ അഡ്വാൻസ് IT ഈസ് നോട്ട് ഗോയിങ് ടു ബി എ സെപ്പറേറ്റ് ഡൊമൈൻ എനിമോർ. IT എന്ന് പറയുന്ന എല്ലാത്തിലേക്കും വരുന്നത് തന്നെയാണ്, എല്ലാത്തിനെയും അഡ്വാൻസ് ചെയ്യിക്കുന്നതാണ്. AI ഈസ് ഗോയിങ് ടു ബി അനദർ തിങ്. ബട്ട് ഓരോ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇതുണ്ട്. കെട്ടിടങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ പോവുകയാണോ അവിടെ? ആണോ? പക്ഷേ അവർ ഉപയോഗിക്കുന്ന ടൂളുകൾ മാറാൻ പോവുകയാണ്. ആ ടൂളുകൾ ഉപയോഗിക്കാനായിട്ടല്ലേ പഠിക്കേണ്ടത്. അതിനെങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അപ്പോൾ ഓരോ കോളേജുകളും ഓരോ സ്കൂളുകളും എന്തായി മാറണം? ആ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് മാറാം. ആ ഒരു എൻവിറോൺമെൻറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. വേർ ദേ ക്യാൻ സ്പ്രൗട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മാത്രം ക്ലാസ്സിൽ പിടിച്ചിരിക്കുന്ന കുട്ടികളിൽ നിന്ന് കുറച്ച് സ്പേസ് അവർക്ക് ക്രിയേറ്റീവ് ആണ് എങ്കിൽ ഇന്ന് വേൾഡിൽ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ടെക്നോളജിയാണ്. ആണോ? അതിനകത്ത് കംപ്ലീറ്റ് VFX ആണ്. ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് വരുന്ന കേരളത്തിൽ നിന്നാണ്. നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് പടം വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഇന്ന് കോമിക്സ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ വേണമെങ്കിൽ പിച്ച് ചെയ്തുകൂടെ? ഇൻകം ഉണ്ടാക്കാനുള്ള സോഴ്സുകൾ അത്രയും ഇതുകൊണ്ട് എങ്കിലും ഒരു സാലറീഡ് ആയിട്ടൊരു ജോബ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് എവരിവൺ ഈസ് പുഷ്ഡ് ടുവേർഡ്സ്, പ്രഷറൈസ് ടുവേർഡ്സ് എ സാലറീഡ് ജോബ് ആൻഡ് ലിവ് എ ക്ലറിക്കൽ ലൈഫ്. And that is the only reason why
ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെയും തലപ്പത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ പോലും കണ്ടില്ലേ, ഗൂഗിളിൽ ആരാ ഉള്ളത് തലപ്പത്ത്, മൈക്രോസോഫ്റ്റിൽ ആരാ ഉള്ളത്, ഇവരെല്ലാവരും നോട്ട് ദ ഓണേഴ്സ്, ദേ ആർ ക്ലർക്സ്, glorified clerks of all those companies, driving innovation from there. ബിക്കോസ് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാനും ട്രൈ ചെയ്യാനും അല്ല പഠിപ്പിക്കുന്നത്, ആരോ അത് ബിൽഡ് ചെയ്യുന്നു, അതിനകത്ത് പോയിട്ട് വർക്ക് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാനാണ് പഠിപ്പിക്കുന്നത്. സോ വി ഹാവ് ടു ചേഞ്ച് ആൻഡ് ദ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ദ വൺ ഹു ഹാസ് പൊട്ടൻഷ്യൽ ടു ലീഡ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ UPI കണ്ടിട്ടുണ്ടോ? എല്ലാവരും UPI യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ പിന്നെ ഇതിനകത്ത് വഴിയോര കച്ചവടം UPI യൂസ് ചെയ്യുന്നത്, ഡിജിറ്റലി അത്രത്തോളം എനേബിൾഡ് ആയിട്ട് അത്രയും പെനിട്രേറ്റ് ചെയ്തൊരു കൺട്രി, അത്രയും ഡിജിറ്റൽ അസറ്റ്സും കാര്യങ്ങളും വരുന്ന സ്ഥലത്ത് ഏയുടെ ഒരു വേൾഡിനകത്ത് ഇന്ത്യ ഈസ് ദ കൺട്രി ദാറ്റ് ഈസ് ഗോയിങ് ടു റൂൾ. അതുകൊണ്ടാണ് ഇപ്പോൾ NVIDIAയുടെ CEO ആണെങ്കിലും എല്ലാവരും ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം. ഇത്രയും ടെക്നോളജി പെനിട്രേഷൻ, ഇത്രയും പേർക്ക് ഈ ഡേറ്റയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ഇന്ത്യയാണ്. സോ വി ഹാവ് ദ ലെവറേജ് ടുഡേ, ബട്ട് ഓൺലി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു ഗിവ് ദാറ്റ് മൈൻഡ് സ്പേസ് ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് അക്സെപ്റ്റ് ദം ദാറ്റ് എന്താണ് അവർ വേറൊരു വേൾഡിലാണ് അവർ ജീവിക്കാൻ പോകുന്നത്, ആ വേൾഡിലേക്കാണ് അവരെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടത് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആണ്. വാട്ട് ഈസ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്? ഒരു സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്തതിന് അപ്പുറത്തും പോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കിൽസ്. ഒന്നെന്താ ലേണബിലിറ്റി സ്കിൽസ്. പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റൊക്കെ വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് സമയത്തിൻ്റെ ഒരു കാര്യം ഡെലിവർ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റണം. കൊളാബറേഷൻ സ്കിൽ. എല്ലാവരും ചുറ്റുമുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം? ഒരുമിച്ച് സോൾവ് ചെയ്യണം. ഒരു കമ്പനിക്കകത്ത് വന്ന ഇപ്പോൾ IT കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒറ്റയ്ക്കാണോ? എല്ലായിടത്തും ചോദിക്കണം അല്ലേ, എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അതിനകത്താണ്. സ്വന്തം ബുദ്ധിയിൽ നിന്ന് മാത്രമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൊളാബറേറ്റീവ് സ്കിൽസ് അവിടെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ കൊളാബറേറ്റ് ചെയ്ത് പരീക്ഷ എഴുതി എന്ത് ചെയ്യും നമ്മൾ? ബട്ട് വെരി ഇമ്പോർട്ടൻ്റ്ലി വാട്ട് ഇൻഡസ്ട്രി നീഡ് ഈസ് കൊളാബറേറ്റ്. ബിക്കോസ് ഐ വർക്ക് ഓൺ ദ പോളിസീസ് ഓൾസോ. ഇപ്പോൾ IT പോളിസിയിലാണ് എങ്കിലും ABGC exam policy, I also work with the government on setting up the policies. I am right now working with the CBSE on improving the curriculum part. ഇപ്പോൾ DTയുടെ ഇത് നോക്കിയാലും MuLearn is going to be in their Vision 2040 document where we act as a playground for students. And എല്ലാം സൗജന്യമായിട്ട് കുട്ടികൾക്ക് അക്സസിബിൾ ആവുന്ന ഒരു മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അരുൺ സാർ വിൽ ബി എക്സ്പ്ലെയിനിങ് യു ഇൻ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഗവൺമെൻറ്റും ഇൻഡസ്ട്രിയും അക്കാഡമിയും മാത്രമല്ല, ഇവിടെ ഒരുപാട് സിവിക് സൊസൈറ്റി ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ചെയ്യാനായിട്ട് വരുന്നത്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യുന്നൊരു സ്ഥലത്താണ് എന്തുണ്ടാവുന്നത്? എക്കോസിസ്റ്റം ഇന്നോവേറ്റീവ് ആവുന്നത്. അവിടെ KDISCും സ്റ്റാർട്ടപ്പ് മിഷനും ASAPും ICFOSും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാണ്? ഡ്യൂപ്ലിക്കേഷൻ നടക്കുകയാണ്. സോ വി ഹാവ് ടു എൻഷുർ ദാറ്റ്. സോ GTech ആസ് ദ IT കമ്പനീസിൻ്റെ കൺസോർഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചത് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. സോ യൂണിവേഴ്സിറ്റീസ്, ഇൻഡസ്ട്രി, ഗവൺമെൻറ് ഏജൻസീസ് ആസ് വെൽ ആസ് അത് NGOs. ഇപ്പോൾ IEEE ഇല്ല എല്ലാ ക്യാമ്പസിനകത്തും. ഗൂഗിൾ ഡെവലപ്പേഴ്സ് തുടങ്ങി ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓരോന്നിൻ്റെ മേഖലയിൽ അവർക്ക് സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ദേ ഹാവ് ടു MuLearn. എന്താ MuLearn? മൈക്രോ ലേണിംഗ്. നെക്സ്റ്റ് ഇതിലേക്ക് ഒന്ന് പോകാമോ? എന്താണ് അടുത്തിരിക്കുന്നത്? ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 40,000-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാം സൗജന്യമാണ് കേട്ടോ. ഇതിനകത്ത് ഇറ്റ് ഇസ് നോട്ട് എ ദിസ് തിങ് ബിക്കോസ് ഐ ഓൾസോ വോളണ്ടിയർ ദർ. ഐ റൺ മൈ ഓൺ സോഫ്റ്റ്വെയർ കമ്പനി ആൻഡ് ഐ ജസ്റ്റ് വോളണ്ടിയർ ദർ ആൻഡ് ലോട്ട് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ഫാക്കൽറ്റി. അരുൺ സാറിനെ പോലെ ഒരുപാട് ഫാക്കൽറ്റീസ് പാഷനേറ്റ് ആയിട്ട് വൈകുന്നേരം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഓരോ ക്യാമ്പസിനകത്തും അധ്യാപകർ എന്തായാൽ മതി? ദേ ഹാവ് ടു ബി ദ എനേബിളർ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഗെറ്റ് ആക്സസ് ടു MuLearn. MuLearn എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് തൊട്ട് മുമ്പ് ആക്സസ് എന്ന് പറയുന്നത് വി ഹാവ് ടു എംപവർ ദീസ് സ്റ്റുഡൻസ് ടു അൺലോക്ക് ദ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് ആ സ്ഥലത്തേക്ക് അൺലോക്ക് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അൺലോക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ കോൺവേഴ്സേഷൻസ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ എന്താണ് കൂടുതൽ അറിയുന്നത് മനസ്സിലാക്കുന്നത്. അല്ല, നമ്മുടെ ചുറ്റുമുള്ള കുറേ ആൾക്കാരുടെ ആവറേജാണ് നമ്മൾ. അവർ പറയുന്നതിന് നമുക്കും അറിയാം, നമ്മൾ പറയുന്നത് അവർക്കും അറിയുന്നപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാം അറിയാവുന്നൊരു അഹങ്കാരത്തിലേക്ക് പോകും. ദാറ്റ് ഈസ് കോൾഡ് ആൻ എക്കോ ചേംബർ. വി ആർ അൺകോൺഷ്യസ്ലി ഇൻകംപീറ്റൻറ്റ്. നമുക്ക് എന്തൊക്കെ അറിഞ്ഞുകൂടാ നമുക്കറിയില്ല. ആൻഡ് വി ബിലീവ് ദാറ്റ് നമുക്കറിയാം എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നു. ബട്ട് ബ്രേക്കിംഗ് ദോസ് എക്കോ ചേമ്പേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ദീസ് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ്, ദീസ് ടൈപ്പ് ഓഫ് സെഷൻസ് ആർ ഹെൽപ്പിംഗ് യു ഫൈൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട്സൈഡ് യുവർ സർക്കിൾ ആൻഡ് ഫൈൻഡ് സിമിലർ ഇൻട്രസ്റ്റ്. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ലേണിംഗ് സർക്കിളാണ്. എന്തിനു വേണ്ടിയിട്ട്? എങ്ങനെ നമ്മുടെ സ്കിൽ ഷിഫ്റ്റ് മാറണമെന്ന് താല്പര്യമുള്ള ആൾക്കാരല്ലേ?
ഇതുപോലത്തെ ചെറിയ ചെറിയ ലേണിംഗ് സർക്കിളുകൾ ഓരോ ക്യാമ്പസിനകത്തും ഉണ്ടാവണം. വാട്ട് ദേ ഹാവ് ടു ഡു ഈസ് ടു ഡിസൈഡ് ഓൺ ദ ടൈം ആൻഡ് ലൊക്കേഷൻ വേർ ദേ വാണ്ട് ടു മീറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ, സിനിമ പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ, വി ഹാവ് എ കമ്മ്യൂണിറ്റി. ദുൽഖറിൻ്റെ ഫൗണ്ടേഷനിൽ ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നത് 2 ഷോർട്ട് ഫിലിം ഉണ്ടാക്കി കാണിക്കൂ, പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടാക്കൂ. യു ക്യാൻ സീ ദാറ്റ് ഇഫ് യു ആർ ഹാവിങ് ദാറ്റ് ക്വാളിറ്റി യു ക്യാൻ വർക്ക് വിത്ത് ദ ഇൻഡസ്ട്രി. മ്യൂ ബാൻഡ് ഇപ്പോൾ CET സാർ ഉണ്ടല്ലോ, CET ഹാസ് എ വെരി ആക്റ്റീവ് മ്യൂലൺ കമ്മ്യൂണിറ്റി തരാം. എനിക്ക് തോന്നുന്നു 400ഓളം കുട്ടികൾ അവിടെ നിന്ന് ഉണ്ട് തോന്നുന്നു. ദേ ഹാവ് എ മ്യൂ ബാൻഡ് ദർ. മ്യൂസിക് ബാൻഡിന് താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാക്കും. അവർക്ക് സിത്താര ഇവരുമായിട്ടൊക്കെ ഒരുമിച്ച് മ്യൂസിക് ജാം ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോഴേ അവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ എവിടെ നിൽക്കുന്നു, സ്കിൽ എവിടെ. അവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് പിന്നെ കീബോർഡ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, സൂപ്പർബാണ്. പക്ഷെ അവൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല കീബോർഡ് യൂസ് ചെയ്യാൻ. പക്ഷെ ഇതെല്ലാം അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത ആരാ? വീട്ടുകാർ തന്നെയാണ് അവനെ ചെറുതിലെ വിട്ട് എല്ലാം പഠിപ്പിച്ചതും ഈ കാര്യങ്ങളെല്ലാം സ്കില്ലെല്ലാം ബിൽഡ് ചെയ്തതും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് പറയും പോയി വാങ്ങിക്കൂ, ഇവിടെ ചെയ്യുന്നു. അവൻ്റെ പാഷന് അതിനനുസരിച്ചുള്ള സിമിലർ സർക്കിളിലേക്ക് ചെയ്യുമ്പോഴേ അവന് എന്തെങ്കിലും ഒരെണ്ണം ഇന്നോവേറ്റീവായിട്ട് ചെയ്ത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്നോവേറ്റീവായിട്ട് കേപ്പബിലിറ്റി, ഒറിജിനൽ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഫിനിറ്റ് ലെവറേജ് ഉള്ള ഒരു വേൾഡിലാണ് നിൽക്കുന്നത്. ആൻഡ് മ്യൂലൺ ആക്ച്വലി പ്രൊവൈഡ് ദം ദാറ്റ് എക്കോ സിസ്റ്റം ടു കണക്ട് ടു ദ റൈറ്റ് പീപ്പിൾ. പക്ഷേ മ്യൂലൺ ഈസ് എ ജിം, ഇറ്റ് ഈസ് നോട്ട് എ സ്പാ. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്നൊരു കോഴ്സായിട്ട് നിന്നിട്ട് ആരും പഠിപ്പിച്ചു കൊടുക്കുക അല്ല അവിടെ ചെയ്യുന്നത്. അവിടെ എല്ലാ റിസോഴ്സസും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ റിസോഴ്സിനെ എടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് സംതിങ് കോൾഡ് കർമ്മ പോയിന്റ്സ്. എന്താ കർമ്മ? നേരത്തെ ഞാൻ പറയാം, വെബ് പഠിക്കണം എന്ത് ചെയ്യണം? ഒരു ചായക്കടയ്ക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് വന്ന് ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും അവൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല, അതിനെ കമൻറ്റ് ഇടാൻ പറ്റും. ഒരു റോബോട്ട് ഉണ്ടാക്കുന്നവൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇതാണ് ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് അവിടെ പബ്ലിഷ് ചെയ്ത് മറ്റുള്ളവർക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന വാലിഡേഷൻ പ്രോസസ് ഹാസ് ചേഞ്ച്ഡ്. കാര്യം ഇറ്റ് ഷുഡ് ബി പബ്ലിക്കലി വെറ്റബിൾ എന്ന രീതിയിലേക്ക് ഒരു വാലിഡേഷൻ മെക്കാനിസം കൊണ്ടുവന്നു. അത് വാലിഡേറ്റ് പിയേഴ്സും മെൻറ്റേഴ്സ് അപ്രൂവ് ചെയ്യുമ്പോൾ അവന് അതിൻ്റെ കോംപ്ലക്സിറ്റിയും ടൈമും ബേസ് ചെയ്തിട്ട് ഒരു ഇത് കിട്ടും, കർമ്മ പോയിന്റ്സ്. ഇപ്പം നോക്കുകയാണെങ്കിൽ എത്ര കർമ്മ പോയിന്റ്സ് ഇതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? ഐ തിങ്ക് 15 മില്യൺ പ്ലസ് കർമ്മ പോയിന്റ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് 1 കോടി രൂപയ്ക്ക് പുറത്ത് ഗിഗ് വർക്ക്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇന്ന് പല ഇവിടുത്തെ ഇവൻ്റ് ഉണ്ടല്ലോ, ഈ ഇവൻറ്റിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ വന്ന ഇതുണ്ട്, നമ്മുടെ മ്യൂലണിലെ കുട്ടികളാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ബാക്ക്ഡ്രോപ്പ് ഇല്ല, പോസ്റ്റേഴ്സ് ഇല്ല. സോ ദേ ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് ദേ ജസ്റ്റ് ബിൽഡ് ഇറ്റ് ആൻഡ് ദേ ഗോട്ട് എനിക്ക് 10,000-15,000 റുപ്പീസ് അവർക്ക് കിട്ടി. ആർക്കാ കിട്ടിയേ? കുറേ പോസ്റ്റേഴ്സൊക്കെ ചെയ്ത് പ്രൂഫ് ഓഫ് വർക്ക് കാണിച്ച ഡിസൈനിലുള്ള കുട്ടികൾക്ക്. സോ ദർ ഈസ് ഗിഗ് വർക്ക്സ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മ്യൂലണിലേക്ക് വരുന്ന സമയത്ത് ദേ വിൽ റിയലൈസ് ദാറ്റ് എന്താണ് അവരുടെ ഓറിയൻറ്റേഷൻ, എന്താണ് ഞാൻ, അത് റെക്കഗ്നൈസ് ചെയ്യുക. സോ ദേ ഗോ ത്രൂ സീരീസ് ഓഫ് ടാസ്ക് ദാറ്റ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് അവർക്ക് ക്രിയേറ്റീവ് ആണോ. അങ്ങനെ ഡിസൈൻ ആവാം, UX ആവാം, സിനിമ പിടിക്കാം, മ്യൂസിക് ഉണ്ടാക്കാം, അങ്ങനെ ക്രിയേറ്റീവിൻ്റെ ഇതാവാം. ലോജിക്കൽ ആണെങ്കിൽ അതിനകത്ത് ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം. ചിലർക്ക് മാനേജറിയൽ സ്കില്ലായിരിക്കും. അതിനനുസരിച്ചുള്ള ലേണിംഗ് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് സിമിലറായിട്ടുള്ള ആൾക്കാരെ പല ക്ലാസ്സുകളിൽ നിന്ന് കണക്ട് ചെയ്യും. ബിക്കോസ് ദേ ഡിസൈഡ് ഓൺ ക്യാൻറ്റീനിൽ 4 മണിക്ക് നമുക്ക് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് യു ക്യാൻ ക്രിയേറ്റ് എ ലേണിംഗ് സർക്കിൾ ദേ. ഇപ്പം നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടോ അങ്ങനെ സിലബസിൽ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടോ? ഫുട്ബോൾ ടീമുണ്ടോ? ക്യാമ്പസിനകത്ത് ഫുട്ബോൾ ടീം ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന്? ഒരു ക്ലാസ്സിലെ 12 പേരെ വെച്ചിട്ടാണോ ഫുട്ബോൾ ടീം ഉണ്ടാക്കുക? 11 പേരെ വെച്ചിട്ടാണോ ഫുട്ബോൾ ടീം ഉണ്ടാക്കുന്നത്? അല്ല. പല ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൽ ഇത്ര മണിക്ക് വരാമെന്ന് പറയും. അവർ ഒരുമിച്ച് വരുന്നു, അവരത് പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവരെങ്ങനെ പഠിക്കണം? എഴുതി പഠിക്കുകയാണോ ചെയ്യണേ? കളിച്ച് പഠിക്കുക ചെയ്യണം. കുറേ ആൾക്കാർ കാണാൻ വന്ന് നിൽക്കും, അവരും ഇറങ്ങി കളിക്കും. അതിനകത്ത് നല്ല കളിക്കാരുണ്ടാവും. അവർക്ക് അത് ഷോക്കേസ് ചെയ്യാനുള്ള അവന്യൂസ് ഇല്ലെങ്കിൽ അവരവിടെ മാത്രമായിട്ട് ചുരുങ്ങിപ്പോകും. സോ ദേ ഓൾസോ നീഡ് അവന്യൂസ് ടു ഷോക്കേസ് ദോസ് സ്കിൽസ്. അവിടെയാണ് ടൂർണമെൻറ്റുകളും സ്പോർട്സിൻ്റെ, അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലും നടക്കുന്ന ഓഡിറ്റോറിയം ഉണ്ട്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് സിലബസിൽ ഇല്ല എങ്കിൽ അത് പഠിക്കാനൊരു അവന്യൂ നിങ്ങളുടെ ക്യാമ്പസിനകത്ത് വേണ്ടേ? So that is called a Muse space, and Arun sir actually will explain you how the Muse space happens. It is a space where people തീരുമാനിക്കുന്നു എനിക്ക് 4 മണിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണം. ഡിഫറെൻറ്റ് ക്ലാസ്സിലുള്ള മെക്കാനിക്കലോ സിവിലോ ഒക്കെ ആയിരിക്കാം, ഏക്ക് താല്പര്യമുള്ളതെല്ലാം ഒരുമിച്ച് വരുന്നു, അവർ തമ്മിൽ പരിചയപ്പെടുന്നു, കോൺവെർസേഷൻസ് നടക്കുന്നു. ദെൻ മ്യൂലൺ ഹാസ് എ
കരിക്കുലം ദാറ്റ് ഇറ്റ് ഷോസ് ദാറ്റ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ചെയ്തു വരേണ്ട പ്രൂഫ് ഓഫ് വർക്ക്. ഇതൊക്കെ ഇവിടെയൊക്കെ പോയി നിങ്ങൾക്ക് പഠിക്കാം. എല്ലാം സൗജന്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യുള്ളൂ. ദെൻ ദേ ക്രിയേറ്റ് പ്രൂഫ് ഓഫ് വർക്ക് ആൻഡ് സബ്മിറ്റ് ആൻഡ് ഗെയിൻ കർമ്മ പോയിന്റ്സ്. ആൻഡ് എന്തോ സാധനം ചെയ്യാൻ നടക്കുന്നില്ല, വെബ്സൈറ്റ് എങ്ങനെ ലൈവ് ആക്കണമെന്ന് അറിയില്ല. എവറി വീക്ക് ഫോർ ഈച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ദർ ഇസ് എൻ ഓഫീസ് അവർ ദാറ്റ് ഹാപ്പൻ. വെൻ ദേ കം ടു ദാറ്റ് ഓഫീസ് അവർ ഓൺലൈൻ, പല ക്യാമ്പസിനകത്തുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മെൻറ്റേഴ്സ്, ഇൻഡസ്ട്രിയിൽ 100-ഓളം മെൻറ്റേഴ്സ് ഉണ്ട്. ദേ വിൽ കം ആൻഡ് സപ്പോർട്ട്. ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പാഷനേറ്റഡ് അവർ പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട. എന്തിനാ പൈസ? നിങ്ങളുടെ കോളേജിൽ തന്നെ കാണില്ലേ അലൂമിനി നെറ്റ്വർക്കിലും പാരൻസിൻ്റെ നെറ്റ്വർക്കിനും അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ. സോ ഈച്ച് ക്യാമ്പസ് അതുപോലത്തെ ടെക്നോളജി ചാമ്പ്യൻസിനെ ബിൽഡ് ചെയ്യുക. ബിക്കോസ് എന്താണെന്നറിയോ, നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു പേടിയുണ്ട് ഈ ടെക്നോളജി എന്ന് പറയുന്ന സമയത്തൊരു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുന്ന സമയത്ത് അത് കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഇസ് ദാറ്റ് സംബഡി ഹു ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് ടെക്നോളജി. കാര്യം ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവാൻ പോവുകയാണ് ഈ ടെക്നോളജിക്ക് ആക്സസ് ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുണ്ട്. ആൻഡ് ആ വേൾഡിൽ അല്ലാത്ത ആൾക്കാർ അവരെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇതിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിവൈഡിനകത്ത് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അത് ഓൾറെഡി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ഐഡൻറ്റിഫൈ ചാമ്പ്യൻസ് ആണ്. അരുൺ സാർ വിൽ ഓൾസോ എക്സ്പ്ലെയിൻ യു ദ ഡീറ്റെയിൽസ്. സോ വി ലേൺ ആസ് എ കമ്മ്യൂണിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഒരു ചെറിയൊരു വീഡിയോ, ഒരു കുട്ടിയുടെ ഒരു ഇത് ചെയ്യാം. സോ ദിസ് ഈസ് വാട്ട് മ്യൂലേൺ ഈസ്. ആൻഡ് കഴിഞ്ഞ 4 വർഷമായിട്ട് മ്യൂലേൺ സ്ലോലി ഒരു ക്യാമ്പസിലാണ് തുടങ്ങിയത്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 1 ക്യാമ്പസ്, മാർ ബസേലിയോസ് കോളേജ്, ആൻഡ് ദെൻ റൈറ്റ് നൗ ഇറ്റ് ഹാസ് ഗോൺ ഇൻ ടു 400+ കോളേജസ്. പോളിടെക്നിക്കിനകത്തുനിന്നും നല്ല കുട്ടികൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. വലിയ ക്യാമ്പസ്, എല്ലാവർക്കും ഈക്വൽ ആക്സസ് ആണ്. കാര്യം എന്താ, ഏത് കോളേജിൽ നിന്നാണല്ലോ ഇൻഡസ്ട്രിക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ they can come forward from any campus if they have താല്പര്യം വേണം അതിലേക്ക്. 2, they should show the grit and perseverance. അതിനകത്ത് മെനക്കെടാനായിട്ടുള്ള മനസ്സ് വേണമെങ്കിൽ മുകളിലേക്ക് കയറി വരാം. സോ വി ഹാവ് സംതിങ് കോൾഡ് ലോഞ്ച് പാഡ്. ലോഞ്ച് പാഡിനകത്ത് എനിക്ക് ജോലി വേണമെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ടോപ്പായിട്ട് വരുന്ന കുട്ടികൾ അപ്പം തന്നെ ഹയർ ചെയ്തിട്ട് പോകും. ബിക്കോസ് ഇറ്റ് ഈസ് ഡിജിറ്റലി റിസോൾവ്ഡ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് കമ്പനീസ് ഹയർ ഫ്രം ദാറ്റ് പ്ലാറ്റ്ഫോം. ഇന്ന് ബാക്കിയുള്ള നമ്മുടെ മറ്റ് ഏജൻസികളും എന്താ ചെയ്യുന്നത്, ഇന്റേൺഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാലും വാട്ട് ദേ ഹാവ് ഈസ് ദേ കണക്ട് ടു മ്യൂലേൺ because we are the consortium of the IT companies in the state, and we are here to support each and every agencies as well as colleges who are actually willing to leverage on this. കാര്യം നമ്മുടെ നാട്ടിനകത്തുള്ള ഈ കുട്ടികളുടെ ലൈഫിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് we should help them connect to the right network and have access to the right people. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ജേർണി നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം. ഓക്കെ. എന്റെ പേര് ആമി. ഇത് എന്റെ കഥയാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു സ്വപ്നമുണ്ട്, പഠിച്ച് ജോലി ഉണ്ടാക്കാം, നല്ല പൈസ ഉണ്ടാക്കാം. അങ്ങനെ നല്ല സ്വപ്നങ്ങളുമായി ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. സത്യത്തിൽ പഠിച്ചു തുടങ്ങിയവരാണ് കോഴ്സിനെ കുറിച്ചും ജോലി സാധ്യതയെ കുറിച്ചും കൂടുതൽ അറിയുന്നത്. എല്ലാ കോഴ്സുകളും പോലെ വേറൊരു കോഴ്സുണ്ട് എന്നൊരു തോന്നൽ. സ്വപ്നം കണ്ടത് വെറുതെ ആയോ? ഇതുവരെയുള്ള പ്രയാസവും പല കഷ്ടപ്പാട് സ്പിരിറ്റോടെ ആമി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. കണ്ണേറ്റി ടൈപ്പ് ചെയ്ത് പന്തം വിട്ടു. ടൈപ്പിംഗ് സ്പീഡ് ഈ ആമി ഇപ്പൊ ഒരു പുലിയാണ്. അനക്ക് തന്നെ അതിനെപ്പറ്റി ഇപ്പൊ ഒരു മതിപ്പുണ്ട്. എന്റെ ആവേശം പോകാതെ നിർത്തിയത് മ്യൂലേൺ ഇൻസ്പിറേഷൻ റേഡിയോ ആണ്. ഞാൻ കേട്ടതും പഠിച്ചതും എന്റെ ട്യൂഷൻ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു. പിന്നെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ പഠിച്ചു. GitHub, കമാൻഡ് ലൈൻ, HTML, അങ്ങനെ പലതും. അങ്ങനെ എനിക്ക് കുറെ കർമ്മ പോയിന്റ്സ് കിട്ടി. അപ്പോഴത്തേക്കും പരീക്ഷയായി. മ്യൂലേൺ എക്സാം പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് പരീക്ഷ ഈസിയായി. 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ വന്ന് ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കൊണ്ടൊരു ക്ലാസ് എടുത്തു. ഹോ, എന്താ സാധനത്! ഞാൻ ഏതായാലും IoTയും വെബ് ഡെവലപ്മെന്റും UXും പഠിക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ഇപ്പൊ വലിയ തമാശയാണ്. ഉമ്മക്ക് ചെടിക്ക് വെള്ളമൊഴിക്കാനും നമ്മുടെ സോയ്ക്ക് കാറ്റ് ഫീഡ് കൊടുക്കാനും വരെ സാധനങ്ങളായി.
അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് നോളജ് മിഷനിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി. എന്നായിരിക്കും അത്? ഹായ്, ഒരു IoT ടൂൾ കിറ്റ്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. നമ്മളെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാ ആഴ്ചയും ഓഫീസ് അവേഴ്സിലൂടെ ഇൻഡസ്ട്രിയിലെ ടോപ്പ് മെന്റേഴ്സുമായി സംസാരിക്കാനും സംശയം ചോദിക്കാനും ഉള്ള ഒരു അവസരമാണ് പിന്നെ വന്നത്. വേറെ കോളേജിലെ കുട്ടികളെ പ്രൊജക്റ്റിനെ പറ്റിയും അറിയാൻ പറ്റി. അന്നേരമാണ് നമ്മളെ പെരുന്നാൾ വരുന്നത്, ബൂട്ട് ക്യാമ്പ്. ഇപ്രാവശ്യം ഈ ആമിക്കും കിട്ടി ഒരു ഇൻവിറ്റേഷൻ. തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഉപ്പ വിടുവോ? പക്ഷെ ഉപ്പ വിട്ടു. ഇപ്പൊ അന്നെക്കാളും കോൺഫിഡൻസ് ഉപ്പാക്കാം. ടെൻഷൻ അടിച്ചാണ് പോയതെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ സ്വീകരിക്കാൻ അന്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാവരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരെന്നെ സർപ്രൈസ് ചെയ്തു. അങ്ങനെ യാമി ടെക്നോ പാർക്കിലെത്തി. ടെക്നോ പാർക്കിലെ ബൂട്ട് ക്യാമ്പ് ഉഷാറായി, പൊളിയായിരുന്നു കേട്ടോ. കേട്ട മാത്രം പരിചയമുള്ള കുറെ ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. അടിച്ചു പൊളിക്കാൻ പിന്നെയുണ്ടായിരുന്നു കാര്യങ്ങൾ. ഓപ്പൺ മൈക്ക്, എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാനായില്ല. ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞു, അതും ഇംഗ്ലീഷ്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ചിരിച്ചു കേട്ടോ. ഈ ആമിയാരാ മോള്. താങ്ക്സ് ടു സോൾട്ട് മാംഗോ ട്രീ. ബൂട്ട് ക്യാമ്പിന്റെ ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞ് കൊരയിലെത്തി. കോളേജിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ പുതിയ കുട്ടികളും എത്തി. ഇപ്പൊ ആമി ജൂനിയേഴ്സിന് ക്ലാസ് എടുത്തു തുടങ്ങി. പിന്നെ വന്നത് ഹാക്കത്തോൺ ആണ്. രാത്രിയും പകലും എന്നില്ലാണ്ട് ഉറക്കം ഒളിച്ചിരുന്ന് പ്രോബ്ലം സോൾവിങ്ങും ബ്രെയിൻ സ്റ്റോമിങ്ങും നടത്തി. ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും എന്റെ കർമ്മ പോയിന്റ്സ് കൂടി. മ്യൂലറിൽ എന്റെ പ്രൊഫൈലും മെച്ചപ്പെട്ടു. അതിന്റെ എന്റെ കോൺഫിഡൻസും. ഉപ്പാക്കാണ് പേയ്മെന്റിന് QR കോഡായി. ഇപ്പൊ ഉപ്പാന്റെ ചായപ്പീടിയിൽ ബ്ലോഗേഴ്സ് എല്ലാം എത്തി തുടങ്ങി. പിന്നെ എന്തെല്ലാം മാറിയത്. നമ്മളെ നാട്ടിലെ കുറുക്കൻ പാറയും പെരിങ്ങത്തൂർ പുഴയും ട്രിപ്പ് അഡ്വൈസറിലേക്കായി എല്ലാം ഈ ആമി കാരണം. നമ്മളെ ഹാർഡ് വർക്ക് നമ്മളിൽ കുറെ പേരെ മ്യൂവേഴ്സിൽ എത്തിച്ചു. മ്യൂവേഴ്സ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു സ്വർഗമാണ്. കുറെ ഫ്രീലാൻസ് പ്രൊജക്ട്, പിന്നെ ഓഫേഴ്സ്. എനിക്കിപ്പോ ജോലി അന്വേഷിച്ച് എവിടെയും പോണ്ട. ഈ മ്യൂലറിനും അവസരങ്ങളൊക്കെ സൗജന്യമാണ് കേട്ടോ. താങ്ക്സ് ഫോർ മ്യൂലർ, യു മെയ്ഡ് മീ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ വി ആർ ടച്ചിങ് പീപ്പിൾസ് ലൈഫ്. നമ്മുടെ ഈ കുട്ടികൾ പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക, ഈ 3 കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള നെറ്റ്വർക്കായിട്ട് അവർ മാറി. അവരറിയാം ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. സോ ദർ ഇസ് നോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്. ആൻഡ് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുന്ന കുട്ടികളും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? പ്രൂഫ് ഓഫ് വർക്ക് ബിൽഡ് ചെയ്യണം. ആ പഠിച്ചതിൻ്റെ ഒരു ചെറിയ പ്രൂഫ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, സോ അപ്പം ഒരുപാട് ഏജൻസീസ് നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. സോ വി വിൽ എവരി വൺ ടു കൊളാബറേറ്റ് ടുഗദർ. ഓൺലി തിങ് ദാറ്റ് വി want to say is students should get exposed to എന്തിന് ഇൻഡസ്ട്രിയൽ പ്രോബ്ലം. നേരത്തെ ബിംലാബ്സ് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പഠിക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അതിനാണ് നമ്മൾ KTU ആയിട്ടൊക്കെ ഒരുപാട് പിന്നെ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് സിമ്പോസിയംസ് നടത്തി, ഇൻഡസ്ട്രി അക്കാഡമി ഇത് നടത്തിയിട്ടാണ് 6 months ഇന്റേൺഷിപ്പ് കൊണ്ടുവന്നത്. ബട്ട് ആസ് ഓഫ് നൗ ആർ ദ കമ്പനീസ് പ്രിപ്പയർഡ് ടു ഗീവ് ദിസ് ഇന്റേൺഷിപ്പ്? ആർ ദ കോളേജസ് പ്രിപ്പയർഡ് ടു allow the students to take this 6 months internship? അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വെർച്വൽ ഇൻറ്റേൺഷിപ്പ് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് മ്യൂലറിലൂടെ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നു. കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ അത്തരം എക്സ്പോഷർ കിട്ടുന്നത് ഇറ്റ് ഹാസ് എ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. കാര്യം ഇത് കണ്ടു കഴിയുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആവുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോഴത്തേക്ക് ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ ദാറ്റ് early സ്റ്റേജിൽ we should let them try out things through experiential learning. അപ്പോൾ ഇത് വളരെ അതിമനോഹരമായിട്ട് ചെയ്യുന്ന ക്യാമ്പസാണ് മാർബസിലിയസ് ക്യാമ്പസ്. സോ വി ഹാവ് അരുൺ സാർ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ആമി പറഞ്ഞില്ല, ഒരു സാറ് പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് മ്യൂലറിന് ഓർമ്മ വന്നത്. അതുപോലെ നൂറുകണക്കിന് അധ്യാപകർ പല ക്യാമ്പസാണ്. നിങ്ങൾക്കും ആവാം അതിലൊരു അധ്യാപകൻ. യു ജസ്റ്റ് നീഡ് ടു ഡു ഇസ് ടു
കണക്ട് ദ സ്റ്റുഡൻസ് ടുഗദർ നെറ്റ്വർക്ക് ആൻഡ് ടെൽ ദം ദാറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കോച്ചിനെയും മെൻറ്റേഴ്സിനെയും അവർക്ക് കിട്ടും, അതും സൗജന്യമായിട്ട് തന്നെ. ആൻഡ് ദെൻ ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നെങ്കിൽ അത് നല്ലതാണോ അല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ചേട്ടനോ ചേച്ചിയോ അവിടെ ഉണ്ടാവും. ആസ് ഓഫ് ടുഡേ സം പീപ്പിൾ ഹാവ് പ്രിവിലേജ് ടു ഗെറ്റ് ദാറ്റ്. പക്ഷേ എല്ലാവർക്കും ആ പ്രിവിലേജ് ഇല്ല. ആൻഡ് മ്യൂലേൺ ആക്ച്വലി ഡെമോക്രറ്റൈസ് ദാറ്റ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. വരുൺ സാർ. ഓക്കെ, സോ ഒരു ഓവറോൾ ഒരു ഐഡിയ എന്താണ് മ്യൂലേൺ കിട്ടിയിട്ടുണ്ടാവുക. നമുക്കിനി കുറച്ചുകൂടി ഒരു പ്രോപ്പർ സ്റ്റുഡൻറ് ലെവലിൽ നിന്ന് സ്റ്റുഡൻസ് ആർക്കെങ്കിലും ഒരു ഒപ്പീനിയൻ തരാനായിട്ടുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പിനെ നോക്കി കാണുന്നത് ഒരു പ്രോപ്പർ സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിൽ? അല്ലെ നമ്മൾ സ്ഥിരം ചോദിക്കുന്നൊരു കാര്യമാണ് അല്ലേ, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴേക്കും റെഗുലറായിട്ട് എല്ലാ ദിവസവും ഒരു സമയം ക്ലാസ്സിൽ വരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലെക്ചേഴ്സ് കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് ലാബ് ഉണ്ടാവും, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോകുന്നു. നമുക്ക് ഈ ലെക്ചർ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിരിക്കുന്ന സമയത്ത് എത്ര സമയമാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ പോകാതെ ഒരൊറ്റ കാര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എത്ര സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും? 40 minutes, 45 minutes, 20 minutes, 20 minutes. ടീച്ചേഴ്സ് ഒരു ഒപ്പീനിയൻ പറയുന്നു, സ്റ്റുഡൻസ് വേറൊരു ഒപ്പീനിയൻ പറയുന്നു. ഓക്കെ, 5 minutes, 20 seconds. ഓക്കെ, സോ പല സ്റ്റഡീസ് ഉണ്ടല്ലേ, പല പേപ്പേഴ്സും നമുക്ക് കാണാൻ പറ്റും. അറ്റൻഷൻ സ്പാൻ എങ്ങനെയാണ്, എത്ര സമയമാണ് പോകുന്നത്, 20 minutes എന്നൊക്കെ പറഞ്ഞ് പല പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുതിയ സീരീസ് ലോഞ്ച് ചെയ്യുന്ന ദിവസമൊക്കെ രാത്രി മുഴുവൻ ഇരുന്നൊക്കെയാണ് ഇത് ഒറ്റ ഇരിപ്പിനാണ് കണ്ടു തീർക്കുന്നത് അല്ലേ ഒരു സിനിമ കാണുന്ന സമയത്ത്, അല്ലെ പുതിയ ഗെയിം പുതുതായിട്ട് റിലീസാകുന്ന. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളെന്തെങ്കിലും ആസ് എ ഫാക്കൽറ്റി എന്തെങ്കിലും ഒരു വർക്ക് സ്റ്റുഡൻസിനെ ഏൽപ്പിക്കും. ഈ വർക്ക് ഏൽപ്പിച്ചാൽ ഒരു ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ദിവസം സാധാരണ ദിവസങ്ങളിലുള്ളതിനേക്കാളും കൂടുതൽ ആബ്സെൻറ്റീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ആബ്സെൻ്റ് ആവുന്നവർ നേരത്തെ നമ്മളെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇതുപോലെ ടെസ്റ്റ് പറഞ്ഞിരുന്നതിൻ്റെ അന്ന് ഒരു പാരൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ മോന് കൈ അനക്കാൻ പറ്റുന്നില്ല, കൈ ഭയങ്കര വേദനയാണ്, അപ്പോൾ അവനെ ഇന്നത്തെ ഇതിൽ നിന്നൊന്ന് എക്സെപ്റ്റ്. അപ്പം പാരൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് ഇവൻ്റെ അമ്മ എന്നോട് കാര്യം പറഞ്ഞത്, ഇന്നലെ അവൻ്റെ ഏതോ പഴയ സീരീസിൻ്റെ പുതിയ എപ്പിസോഡ് വന്നത് മൊത്തം കിടന്ന് ഇങ്ങനെ കൈ പിടിച്ചെടുത്ത് കണ്ടാണ് അവന് കൈവേദന, സാർ ഒരു എക്സെപ്ഷനും കൊടുക്കണ്ടാണ്. അപ്പോൾ ഇത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും? അപ്പോൾ ഫോക്കസിൻ്റെ അല്ല പ്രശ്നം, ഇൻട്രസ്റ്റ് ആണ് ഇഷ്യൂ അല്ലേ. അപ്പോൾ എഗെയിൻ നമ്മൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റുഡൻറ്റിന് 20 മിനിറ്റ് കഴിയുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവൻ്റെതല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടൻറ്റ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് എൻ്റർടൈനിങ് കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റായിട്ടും കൺസ്യൂം ചെയ്യും അല്ലേ. എൻ്റർടൈനിങ് കണ്ടൻ്റ് അല്ല, വളരെ പ്ലെയിനായിട്ട് ഒരേ ഫ്രീക്വൻസിയിൽ പറഞ്ഞു പോകുന്ന കണ്ടൻ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ നമ്മൾ പറയും എന്താ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്നൊക്കെ പറഞ്ഞ് പറയും. പോസ്റ്റ് കോവിഡ് ആയപ്പോഴേക്കും എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി എന്നൊക്കെ അവകാശപ്പെടാനായിട്ടൊക്കെ പറയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി കോവിഡ് കാരണവും നമുക്ക് എന്താ സംഭവിച്ചത്, നമ്മൾ ഈ എടുക്കുന്ന ഫിസിക്കൽ സാധനത്തിനെ റെക്കോർഡ് ചെയ്ത് ഡിജിറ്റലി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഡിജിറ്റൽ ടെക്നോളജീസിൻ്റെ യൂസേജ് ഒക്കെ എത്രത്തോളം ഇപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റം എംബ്രേസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ മിനിമലായിട്ട് പറയാം. ദർ ഇസ് വൺ വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇൻ യൂട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 100 വർഷം മുന്നേ ഉള്ള ടെലിഫോണും ഇന്നത്തെ ടെലിഫോണും തമ്മിലുള്ളൊരു കമ്പാരിസൺ അല്ലേ. മാസീവ് ഡിഫറൻസ് യു ക്യാൻ സി. 100 വർഷം മുന്നേ ഉള്ള ഓട്ടോമൊബൈൽ ഇന്നത്തെ ഓട്ടോമൊബൈൽ നോക്കിക്കഴിഞ്ഞാലും മാസീവ് ഡിഫറൻസ്. ഇതുപോലെ കുറേ കാര്യങ്ങളെ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. 100 വർഷം മുന്നേ ഉള്ള ക്ലാസ് റൂമും ഇപ്പോഴത്തെ ക്ലാസ് റൂമും നോക്കുമ്പോഴും കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അന്നും ഒരു അധ്യാപകൻ നിന്ന് പഠിപ്പിക്കുന്നു, കുട്ടികളെല്ലാവരും വരിയായിട്ടിരുന്ന് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാണാതെ പഠിച്ചെഴുതാനുള്ളൊരു പരീക്ഷ അല്ലേ. ഞാൻ റെഗുലറായിട്ട് കുട്ടികളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എത്ര പേർക്ക് ഹാർട്ടിൻ്റെ പടം വരയ്ക്കാൻ അറിയാം? ഉടൻ തന്നെ അവർ മറ്റേ ലവിൻ്റെ ചിഹ്നവും അമ്പും കുത്തി വരച്ച് തരും. അപ്പം ഞാൻ പറയും ആ ഹാർട്ടല്ല, നിങ്ങൾ സ്കൂളിൽ ചേംബറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട്. അപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ട്രൈകസ്പിഡ് വാൽവ് ബൈകസ്പിഡ് വാൽവ് എന്നൊക്കെ പറയും. പക്ഷേ ആർക്കും ഇതിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് എവിടെ നിന്ന് ബ്ലഡ് വരുന്നു, ഹാർട്ടിൽ എന്തുണ്ട്, ചോര, ഇങ്ങനെയൊക്കെയാണ് ഉത്തരം വരുന്നത്. എന്നാൽ ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ ഈ പ്രോസസ്സ് നടക്കുന്നു എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും അറിയില്ല. എന്നാൽ നമ്മളിത് സ്കൂളിൽ പഠിച്ചതാണോ? എല്ലാവരും പഠിച്ചതാണ്.
എന്നാൽ അടുത്ത സാധനം കയറ്റുക. ഇപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു. ചലഞ്ചായിട്ട് ഞാൻ വേണമെങ്കിൽ തരാം. കഴിഞ്ഞ വർഷം പഠിച്ച എല്ലാ സബ്ജക്റ്റുകളുടെയും പേര് ചലഞ്ചായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കൊന്നും ചോദിക്കണ്ട, കാരണം ടെക്സ്റ്റ് ബുക്കൊന്നും അറിയില്ല അല്ലേ. ഈവൻ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുന്നേയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചാൽ പറയും, സാർ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് അറിയില്ല, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് വെച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റേ ഇല്ല. ഇപ്പോൾ ഇവിടെ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് അറിയാമോ? ആക്ച്വലി ടീച്ചിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുന്ന വേണ്ട കണ്ടന്റ് എല്ലാം കൂടെ നമ്മളെടുത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം ആസ് എ ഫാക്കൽറ്റി എൻ്റെ വിശ്വാസം, ഞാൻ നോട്ടൊക്കെ കൊടുത്തല്ലോ. കുട്ടികളുടെ ഫീലിംഗ് കണ്ടന്റ് ഫുള്ള് ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്, അതവിടെ ഇരുന്നോളൂ. പക്ഷേ ഇത് തുറക്കുകയോ ഇത് പ്രാക്ടീസ് ചെയ്യുകയോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നേ ഇല്ല. ഇതൊരു വലിയൊരു ഗ്യാപ്പാണ് അല്ലേ. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഇഷ്യൂസായിട്ട് ഒരു സൈഡിൽ അക്യുമുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ എത്രത്തോളം ശതമാനം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ചിനെ എംബ്രേസ് ചെയ്യാൻ റെഡിയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമില്ല. സ്റ്റിൽ നമ്മൾ ലാഗിങ് ആണ്. നമ്മൾ ഒരുപാട് കേസുകളിൽ പറയും, ഇപ്പം ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഫസർ ലംബോർഗിനിയിലാണ് വരുന്നത്. കാരണം ഹീ ഈസ് ദാറ്റ് റിച്ച്. അദ്ദേഹത്തിന് അത്രയും പേറ്റൻ്റ് ഉണ്ട്, അതെല്ലാം റവന്യൂ കൊടുക്കുന്നുണ്ട്. ആൻഡ് അവിടെ ഇൻഡസ്ട്രി എന്താ ചെയ്യുന്നത്? ഇൻഡസ്ട്രി ഈസ് വെരി കെയിൻലി ഫോളോയിങ് ദിസ് പെർട്ടിക്കുലർ പ്രൊഫസർ ആൻഡ് ഹിസ് പ്രോജക്റ്റ് ബാച്ച്. കാരണം അവർ ചെയ്തു കൊണ്ടുവരുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ഇവരുടെ ബിസിനസ്സിന് ചിലപ്പോൾ ഇല്ലാതാകും അല്ലേ. ഇവിടെ തിരിച്ച് ആ പ്രോസസ്സ് നേരെ റിവേഴ്സാണ് അല്ലേ. നമ്മൾ വന്ന് ചോദിക്കും, ദീപു ജാവ പഠിപ്പിച്ച അവന്മാർ രക്ഷപ്പെടുമോ? അല്ലെങ്കിൽ എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് ജോലി കിട്ടും? ഈ രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു പ്രോസസ്സ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിപ്പോഴൊന്നും മാറത്തുമില്ല. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ ടെക്നോളജി മാസീവായിട്ട് ഈ ഷിഫ്റ്റ് നടക്കുന്നു. വേറാസ് നമ്മൾ 100 വർഷം കൂടുമ്പോൾ ഒരിക്കൽ സിലബസ് ചേഞ്ച് ചെയ്ത് അത് കുട്ടികളെ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നൊരു മോഡലിലാണ് പോകുന്നത് അല്ലേ. പക്ഷേ വേറാസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും വളരെ വേഗത്തിൽ കുട്ടികൾ പഠിക്കും എന്നുള്ള കാര്യത്തിന് അത് യാതൊരു സംശയവുമില്ല. ഏതൊരു ടെക്നോളജി കാര്യമാണെങ്കിലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സായിട്ട് വരുന്നത്, ഫാക്കൽറ്റീസിൻ്റെ ബെസ്റ്റ് ടീച്ചേഴ്സായിട്ട് മിക്കവാറും വരുന്നതെല്ലാം പല കാര്യങ്ങളും നമ്മൾ ഇപ്പം നമ്മുടെ പേപ്പർ സബ്മിഷൻ ചെയ്യാൻ പറയും, പ്ലേഗിയറിസം ചെക്ക് ചെയ്യും നമ്മളില്ലേ. പ്ലേഗിയറിസം ചെക്ക് ചെയ്യുമ്പോൾ പണ്ടൊക്കെ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൻ്റെ കോപ്പി 20% കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ചെയ്ത വർക്കല്ല, മറ്റൊരാളുടെ വർക്ക്, മറ്റൊരാളുടെ പേപ്പർ എടുത്തൊരു സെമിനാർ പ്രസൻറ്റ് ചെയ്തിട്ട് അയാളുടെ വർക്കിൻ്റെ അതേ സാധനത്തിൻ്റെ റിപ്പോർട്ട് ഇവരുണ്ടാക്കി കൊണ്ടുവരുമ്പം പ്ലേഗിയറിസം ലെസ് ദാൻ 5%, 2% ഒക്കെയാണ്. അപ്പം 5 വർഷം മുന്നേ നമ്മുടെ കമ്പനിയുള്ള കുട്ടികളുടെ അടുത്ത് വിളിച്ചിരുത്തി ചോദിക്കും, പറയും സാർ അത് എല്ലാ വാക്കിൻ്റെ ഇടയിലും ഓരോ കുത്തിട്ടിട്ട് ആ കുത്തിൻ്റെ ഫോണ്ട് കളർ മാറ്റി വൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട് ഇല്ലേ, ഹ്യൂമനൈസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് പടപടെ സാധനം റെഡിയാക്കി കൊണ്ടുതരും. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരുമായിട്ട് കമ്പനിയായിട്ടിരുന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഇത്രയും ചേഞ്ചസ് നടക്കുന്നുണ്ട്. വേറാസ് കരിക്കുലം ഈ ചേഞ്ച് എംബ്രേസ് ചെയ്യാൻ ഇത്രയും സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ചിനെ വളരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചാനലായിട്ടാണ് മ്യൂലേൺ അവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഇഫ് ദർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്, എന്തെങ്കിലും ടെക്നോളജിയിൽ വന്ന ഒരു പുതിയൊരു ചേഞ്ച്, ഈ ചേഞ്ചിൽ താല്പര്യത്തോടെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യാം, അവൻ്റെ ജൂനിയേഴ്സിനെ വിളിച്ചിരുത്തി അല്ല ക്ലാസ്സിലുള്ള ബാക്കി ഫ്രണ്ട്സിനെ വിളിച്ചിരുത്തി, എടാ ഇതാണ് സംഭവം, നമുക്ക് എന്താണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ചെറിയ പ്രോജക്റ്റ് ഉണ്ടാക്കാം. അവിടെ പഠനം നടക്കും ആക്ച്വലി അല്ലേ. നമുക്ക് തന്നെ അറിയാം, പരീക്ഷയുടെ തലേദിവസമാണ് ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. മണിക്കൂർ കണക്കിന് ചിലപ്പോൾ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാലും എന്താണ് ഈ കണ്ടന്റ് എന്ന് ചിലപ്പോൾ അന്ന് തലയിൽ കയറില്ല. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ ഹെൽപ്പായി മാറുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട് ഒരു മിനിറ്റിൻ്റെ വോയിസ് നോട്ടിൽ എന്താണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അയച്ചു കൊടുക്കും. ഇത് കേൾക്കുന്നതും ഓക്കെ 10 മാർക്കിന് എഴുതാനുള്ള കണ്ടൻറ്റായി. ഇതിനെ തന്നെ ബാക്കി ആ തള്ളിഫിക്കേഷൻ ഓൾറെഡി ട്രെയിൻഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ മിനിറ്റിൻ്റെ സാധനം മതി, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, എസ്സേ എഴുതും. ഇതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തിന് അറിയാം എങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ തലയിൽ കയറും എന്നുള്ളത്. ഇതാണ് ലേണിംഗ് സർക്കിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഈ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ കൂട്ടുകാരനിൽ ഉണ്ടാക്കാം എന്നറിയാന്നുള്ള ഒരാളുണ്ടെങ്കിൽ അയാളൊരു 5 പേരെ കണക്ട് ചെയ്യും ആൻഡ് അത് റിപ്പിൾസ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ചലഞ്ചായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോവിഡിൻ്റെ കാര്യം ദീപു പറഞ്ഞു,
നമുക്കിത് കാണുമ്പോൾ തന്നെ ട്രോമയാണ് അല്ലേ? ഇതിലെഴുതിയിട്ടുണ്ട് 99.9% ജേംസിനെ കൊല്ലുന്നു. അപ്പം നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ ചോദിക്കും വൈ നോട്ട് 100%, അല്ലേ? വി ആർ സോ ഒബ്സസ്ഡ് വിത്ത് ദിസ് 100% എന്ന് പറയുന്ന സാധനം അല്ലേ? പണ്ടാണെങ്കിൽ അക്ഷയ് കുമാറും അബ്ബാസും ഒക്കെ ഹാർപ്പിക്കും കൊണ്ട് വീട്ടിൽ വരുമായിരുന്നു 99.9%. ഇപ്പോൾ വരില്ല. കാരണം ഇന്ത്യൻ പാരൻസ് ചോദിക്കുന്നത് വൈ നോട്ട് 100%. അപ്പം മാർക്കിനെ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ളത്, വളരെ സ്ലോലി പ്രോഗ്രസീവായിട്ട് പോകുന്നതായിട്ടുള്ളൊരു സാധനമാണ് ഏതാണ് നമ്മൾ ഓവറോൾ നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ നേരത്തെ ദീപു പറഞ്ഞ പോലെ തന്നെ എവ്രി ചൈൽഡ് ഇസ് യൂണിക് ആൻഡ് എവ്രി ചൈൽഡ് ഇസ് ക്രിയേറ്റീവ് ആസ് വെൽ. അപ്പോൾ അപ്പോൾ ഓരോ കുട്ടികളുടെയും താല്പര്യം, ഓരോ കുട്ടികളുടെയും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പക്ഷേ എഗെയിൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ എനിക്ക് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവണം, നീ ആദ്യം ബിടെക് എടുക്ക് എന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാം. ഇതാണ് അവർക്ക് കിട്ടുന്നൊരു സംഭവം. അവിടെയാണ് നേരത്തെ സ്പാർക്ക് എയറിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സ്പാർക്ക് എയർ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ മെറ്റ അനൗൺസ് ചെയ്ത സമയത്ത് പടം വരയ്ക്കാവുന്ന ആൾക്കാർക്ക് ഇതിനകത്തേക്ക് ഒരു എൻട്രി ഉണ്ട് എന്നുള്ളത് മ്യൂലേൺ പുഷ് ചെയ്തപ്പോൾ നോർമലി ഹോബിയായിട്ട് പടം വരച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിനെ ഒരു ബില്ലബിൾ സ്കില്ലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അപ്പോൾ പടം വരയ്ക്കുന്ന ഒരു കുട്ടികളോട് സമൂഹം ചോദിക്കുന്നത് എന്തായിരിക്കും മോസ്റ്റ്ലി? നീ എന്താ പോസ്റ്റർ വരച്ച് കാശുണ്ടാക്കുമോ എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ പരീക്ഷ അല്ലാടാ നാളെ, ഇന്നും നീ വരച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ ആയിരിക്കും ഇവർ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ്. എന്നാൽ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡിജിറ്റൽ ലെയർ അല്ലെങ്കിൽ ഒരു ഫൈൻ ട്യൂണിങ് നടത്തിയപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കില്ലായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്നൊരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ടു ബിക്കം ദാറ്റ് എനേബിളർ ഹു ക്യാൻ ഐഡൻറ്റിഫൈ അവൻ്റെ താല്പര്യമുള്ളൊരു കാര്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂർ കണക്കിനിരുന്ന് ഗെയിം കളിക്കുന്നു, മണിക്കൂർ കണക്കിനിരുന്ന് ബിഞ്ച് വാച്ച് ചെയ്യുന്നു. താല്പര്യമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ യു ആർ നോട്ട് ഈവൻ ഐഡൻറ്റിഫൈങ് ഹൗ ടൈം ഫ്ലൈസ്, അല്ലേ? സമയം പോകുന്നത് അറിയേയില്ല. താല്പര്യമില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോഴാണ് 20 മിനിറ്റ്സിലും 20 സെക്കൻഡ്സിലും നമ്മുടെ അറ്റൻഷൻ കട്ടായി പോകുന്നത്. സോ ഇഫ് യു ഡൂ സംതിങ് വിച്ച് യു ലവ്, ഇറ്റ് ഇസ് കോൾഡ് പാഷൻ. ആൻഡ് ഇഫ് യു ഡൂ സംതിങ് വിച്ച് യു ഡോണ്ട് ലവ്, ദാറ്റ് ക്രിയേറ്റ്സ് സ്ട്രെസ്, അല്ലേ? അപ്പം നമുക്ക് വേണ്ട എന്താണ്? ദീപു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ താല്പര്യം എന്നുള്ള ഒരു ഉണർവ് ആദ്യം വേണം. ദെൻ അതിനെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്കില്ലായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പ്രൂഫ് ഓഫ് വർക്ക് നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ആർ ക്രിയേറ്റിംഗ് ദ വിസിബിലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇൻഡസ്ട്രി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയറിങ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ലോഞ്ച് പാഡിൻ്റെ കാര്യം നമ്മൾ കണ്ടു ഇല്ലേ? ഇപ്പോൾ മേ ബി ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്ത് നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ക്യാമ്പസിലേക്ക് ഒരു കമ്പനി വന്ന് പൈത്തൺ ഡെവലപ്പേഴ്സ് 50 പേരെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിലേക്ക് വന്ന് ആദ്യം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി, പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി, പിന്നെ ഒരു ടെക് ഇൻ്റർവ്യൂ നടത്തി, പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തി. ഇത്രയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, അല്ലേ? പകരം അവർക്കിപ്പോൾ എന്ത് ചെയ്താൽ മതി? ദേ വിൽ സിംപ്ലി കണക്ട് വിത്ത് മ്യൂലേൺ. കാരണം നമ്മുടെ കൺസോഷ്യത്തിനകത്തുള്ള കമ്പനി തന്നെയായിരിക്കും. അവർക്ക് 50 പൈത്തൺ ഡെവലപ്പേഴ്സിനെ വേണം. നമ്മൾ ഓൾറെഡി പൈത്തണിൽ പ്രോഗ്രാമിംഗ് ചെയ്ത് പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 200 പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നു. 200 പേരുടെയും പ്രൂഫ് ഓഫ് വർക്ക് ഡിജിറ്റലി അവൈലബിൾ ആണ്. അത് നോക്കി അവിടുത്തെ ഒരു എക്സ്പേർട്ട് അതിൽ നിന്നൊരു 50 പേരെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, 50 പേരെ 1-to-1 ഇൻ്റർവ്യൂവിൽ വിളിക്കുന്നു. അവരെഴുതിയ ഒരു കോഡ് എടുത്തിട്ട് ഇവിടെ നീ എന്തിനാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തത്, 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, സെലക്ഷൻ അവിടെ കഴിയും. അപ്പോൾ ഇതിനകത്ത് പ്രൂഫ് ഓഫ് വർക്ക് ബിൽഡ് ചെയ്തിട്ടില്ലാത്തൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരറിയത്ത് പോലുമില്ല ഇന്ന കമ്പനി ഇത്രയും ഡെവലപ്പേഴ്സിനെ എടുത്തു പോയി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു മേജർ തിങ്. എഗെയിൻ ഗെയിമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ഓവറോൾ സിസ്റ്റം വർക്ക് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ കോളേജിൽ IEDC നോഡൽ ഓഫീസറാണ്. IEDC റൺ ചെയ്ത് പോകുന്നു, ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ എനിക്ക് IEDCയുടെ ചാർജ് കിട്ടിയപ്പോഴേക്കും ഞാനപ്പോൾ ക്ലിയർ ആയിട്ട് മാനേജ്മെൻറ്റിനോട് ചോദിച്ചു, ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നോവേഷൻസും സ്റ്റാർട്ടപ്സും തന്നെയാണോ, വെദർ ഐ ഷുഡ് ഫോക്കസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ വെദർ ഐ ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ സ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് സ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട്. ദേ വിൽ ഡു ദാറ്റ്. അവരിൽ നിന്ന് വരുന്ന
പ്രൊഡക്റ്റീവായിട്ടുള്ള ഐഡിയാസിനെ കൺവേർട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് IEDC. പക്ഷേ അതിനിടയിൽ കോവിഡും കാര്യങ്ങളും ഇതെല്ലാം വന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് ഐഡിയാസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ വരുന്നില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മളൊരു തോട്ട് കൊണ്ടുവന്നു, നമുക്ക് സ്കിൽ ബിൽഡിങ്ങിനകത്ത് എങ്ങനെ ഫോക്കസ് ചെയ്യാം. സ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ക്യാമ്പസുകളിൽ കണ്ടുവരുന്നത്, നമുക്ക് ഒരുപാട് വർക്ക്ഷോപ്സ് ഒക്കെ നടക്കാറുണ്ട് അല്ലേ? ഈ പറയുന്ന ഓർഡിനോ, റാസ്ബെറി പൈ, ഇവിടെ കേട്ട IoT, ഇതിൻ്റെയൊക്കെ വർക്ക്ഷോപ്സ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ദീസ് തിങ്സ് ഹാപ്പൻസ് ഇൻ ബേസ്റ്റ്. മേ ബി ഒരു വെക്കേഷൻ വരുന്ന സമയത്തൊരു പ്രോഗ്രാം, പിന്നെ അടുത്ത 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റിലേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സോ ഒരു ലേണിംഗ് പാത്തോ ഒന്നുമില്ല. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് അവർക്കറിയില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചതെന്ന് പറയുന്നത് വി നീഡ് സംതിങ് വേർ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സീക്വൻഷ്യൽ. ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി ആ സ്റ്റുഡൻറ്റിന് നേരത്തെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കി എൻ്റെ ഫ്ലേവർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുമോ, ഈ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് പോലെ നമുക്ക് മ്യൂലേണിൻ്റെ കണക്റ്റ് കിട്ടുകയാണ്. കാരണം എക്സാക്ട്ലി നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു സീക്വൻഷ്യൽ സ്കിൽ ബിൽഡിംഗ് ആണ് മ്യൂലേണിൻ്റെയും ഒരു കോർ വാല്യൂ അല്ലെങ്കിൽ ഒരു കോർ ഫ്ലോ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ 2 ഇഷ്യൂസാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഒന്ന്, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ റിജിഡാണ്, അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഒന്നും തരുന്നില്ല. മെമ്മറി ബേസ്ഡ് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളതെല്ലാം. മറ്റൊരു സൈഡിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് വരുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് കുറവാണ് എന്നുള്ളതാണ് അല്ലേ. ഇത് രണ്ടും നമുക്ക് ഓൾമോസ്റ്റ് ബ്രിഡ്ജായി വരുന്ന ഒരു സ്പേസിലേക്കാണ് നമുക്ക് മ്യൂലേൺ കൊണ്ടെത്തിക്കുന്നത്. ഇത് വളരെ പോപ്പുലറായിട്ട് ജയശങ്കർ സാറ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോട്ടാണ്. നമുക്ക് സംവിധാനത്തിനെയും ചുറ്റുമുള്ള എല്ലാത്തിനെയും എത്ര കാലം വരെ വേണമെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷേ ഇഫ് യു വോണ്ട് ടു ഫൈറ്റ് ദി എക്സിസ്റ്റിംഗ് റിയാലിറ്റി ഓർ ചേഞ്ച് ദി എക്സിസ്റ്റിംഗ് റിയാലിറ്റി you have to build a new model which will make the existing model obsolete. അപ്പോൾ പുതിയൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോൾ നടന്നു പോകുന്നത് എത്ര പേർക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു പോകുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും കൈപൊക്കും അല്ലേ. എന്നാൽ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്രോബ്ലംസ് എല്ലാം ലിസ്റ്റ് ചെയ്താൽ മതിയോ? യൂണിവേഴ്സിറ്റിയെ കുറ്റം പറഞ്ഞാൽ മതിയോ? സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞാൽ മതിയോ? കുട്ടികൾ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞാൽ മതിയോ? പാരൻസിനെ കുറ്റം പറഞ്ഞാൽ മതിയോ? പാരൻസ് കുട്ടികളെ കുറ്റം പറഞ്ഞാൽ മതിയോ? ഒന്നും പോരാ, നമുക്ക് ആക്ഷനബിൾ ആയിട്ടൊരു സാധനം വേണം അല്ലേ. ആ ഒരു സ്പേസിലേക്കാണ് നമ്മുടെ മ്യൂലേൺ മോഡൽ വരുന്നത്. സോ ഇവിടെ എന്താണ് ബേസിക്കലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആമിയുടെ വീഡിയോയിൽ തന്നെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ ടാസ്കുകളുടെ കാര്യമൊക്കെ അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ട ടാസ്കുകൾ അല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസിനെ ടാസ്കുകളാക്കി തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി സപ്പോർട്ടോടുകൂടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ. കുട്ടികൾക്ക് നല്ല ടൈപ്പിംഗ് സ്പീഡാണ്, പക്ഷേ ഈ 2 തമ്പ് വെച്ച് മാത്രമേ അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂ. കീബോർഡിലേക്ക് വരുമ്പോഴേക്കും ആ സ്പീഡ് കിട്ടത്തില്ല, കീബോർഡിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും തപ്പേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നതിന് ഒരു സ്കില്ലാണ്, അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എസെൻഷ്യലാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ആദ്യത്തെ ലെവലുകളിൽ വരുന്ന ടാസ്കുകളെന്ന് പറയുന്നത് ഇതുപോലത്തെ ജനറിക് സ്കിൽസാണ്. ഇപ്പോൾ നോർമലി ഒരു ബാരിയർ ഫീൽ ചെയ്യും, ഇത് പോളിടെക്നിക് കുട്ടികൾക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഇത് ആർട്സ് ആൻഡ് സയൻസിലുള്ള കുട്ടികൾക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ടോ? നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പോളിടെക്നിക്കിലെ കുട്ടികൾ ചെയ്തു പോകുന്നുണ്ട്, ആർട്സ് ആൻഡ് സയൻസിലെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികൾ ചെയ്തിരിക്കുന്ന ഇന്നോവേഷൻ കണ്ട് നമ്മൾ കണ്ണ് തള്ളും. അപ്പോൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് അത് ചെയ്യാമായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് ആണെങ്കിലും പോളിടെക്നിക് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ക്വസ്റ്റിനെ അവിടെ വരുന്നില്ല. സോ ബേസിക് ലെവൽസിൽ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ ജനറിക് ആയിട്ടുള്ള ടാസ്കുകളാണ്. ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ഒരു സെലക്ട് ചെയ്ത് അതിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസിനെ ലിസ്റ്റ് ചെയ്യുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുക. ഇതൊക്കെയാണ് ആദ്യം വരുന്ന ടാസ്കുകൾ. ദെൻ ദർ ഇസ് എ ടാസ്ക് കോൾഡ് എസ് ഗെയിം ഡീകൺസ്ട്രക്ഷൻ. ഒരു മൊബൈൽ ഗെയിം എടുക്കുക, ആ മൊബൈൽ ഗെയിമിൻ്റെ എൻറ്റയർ ഡൈനാമിക്സ് എന്താണെന്നുള്ളത് സ്റ്റഡി ചെയ്യുക, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു ടാസ്ക്കായിട്ട് സബ്മിറ്റ് ചെയ്യുക. ദെൻ അതുപോലെ ജിറ്റ്ഹബ് എന്ന് പറയുന്നത്, ജിറ്റ്ഹബൊക്കെ എത്രത്തോളം ക്യാമ്പസുകളിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അല്ലേ. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവൻ്റെ ഒരു കോഡിങ് ജേർണി എങ്ങനെ തുടങ്ങി എങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അവരുടെ പ്രൊഫൈൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും.
അതും അവസാനത്തെ ഒരു ദിവസം ഇരുന്ന് ഇതെല്ലാം കൂടി ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊന്നും നടക്കുന്നതല്ല. സോ ഇതെല്ലാം ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇയറിൽ അവർ കോളേജിൽ വരുമ്പോൾ തൊട്ട് തന്നെ ഈ ഒരു ന്യൂ ലേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലത്തെ പ്രൂഫ് ഓഫ് വർക്ക്സും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കർമ്മ, നമ്മൾ ചെയ്യുന്നതിനുള്ള ഫലമാണല്ലേ കർമ്മ പോയിൻറ്റ്സ് എന്നുള്ളതാണ് അവർക്ക് റിവാർഡിംഗ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ബിലീവ് മീ വെൻ ഐ സേ, സ്റ്റുഡൻസ് ഇത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എന്നെ ഇരിക്കാൻ അനുവദിച്ചിട്ടില്ല. സാർ എനിക്ക് കർമ്മ കിട്ടിയില്ല, ഞാൻ ടാസ്ക് ചെയ്തിട്ട് ഇത്ര ദിവസമായി, എപ്പോൾ കിട്ടും, എൻ്റെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ, എന്തെങ്കിലും എറർ കാരണമാണോ. ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മോഡറേറ്റേഴ്സ് നോക്കി ടാസ്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ചെക്കേർഡ് ഫ്ലാഗ് കൊടുക്കും, ദെൻ ഒരു ഗ്രീൻ ടിക്ക് കൊടുക്കും. അതിലെന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് കൊടുക്കും. റെഡ് ഫ്ലാഗ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് പിന്നെ വെപ്രാളമാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളൊരു, കാരണം ആ ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും സമയം ഇരുന്ന് ഗെയിം കളിക്കുന്ന കുട്ടികൾക്ക് ആ ഗെയിമിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ ലേണിംഗ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വൺ ആഫ്റ്റർ ദി അതർ പുതിയ പുതിയ ടാസ്കുകൾ കണ്ടെത്തി സോൾവ് ചെയ്ത് പോകാന്നുള്ളത്. അപ്പോൾ ആ കർമ്മ പോയിൻറ്റ്സിനനുസരിച്ച് ഒരു ലീഡർ ബോർഡ് ഉണ്ട്. ആ ലീഡർ ബോർഡ് ആരായിരിക്കും ആക്സസ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ പറഞ്ഞു, ഇത്രയും ഇൻഡസ്ട്രീസും ഇത്രയും HR മാനേജേഴ്സും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പേര് ആ ലീഡർ ബോർഡിൻ്റെ മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ വരുമ്പോഴേക്കും എവിടെയാണ് ക്വാളിറ്റേറ്റീവായിട്ട് നമുക്ക് പോയി ഹയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു മെട്രിക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കർമ്മ പോയിന്റ് നേടിയിരിക്കുന്ന സ്റ്റുഡൻ്റ് ആരാണ്, ഡയറക്റ്റ് വിസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്കാണ് വരുന്നത്. യെസ്. സോ ടോട്ടൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 1 to ലെവൽ 7 വരെയാണ് ന്യൂ ലേണിനകത്തുള്ള ഓവറോൾ ലെവൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലെവൽ 1 to ലെവൽ 4 വരെ പോകുമ്പോഴേക്കും, ലെവൽ 3 വരെ പോകുമ്പോഴേക്കും വളരെ ബേസിക് ആയിട്ടുള്ള ടാസ്കുകളാണ് ചെയ്തു പോകുന്നത്. ലെവൽ 1 നിന്ന് ലെവൽ 2 പോകണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർട്ടിക്കുലർ ലെവൽ 200 കർമ്മ എടുത്തു കഴിഞ്ഞാലേ ലെവൽ 2 അവർക്ക് പോകാൻ പറ്റുള്ളൂ. ലെവൽ 2 നിന്ന് ലെവൽ 3 പോകണമെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. എഗെയിൻ ഗെയിമിംഗ് എന്ന് പറയുന്നത്, ഒരു ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻസിനെയും പേരൻസ് എൻകറേജ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എഗെയിൻ ഗെയിമിങ്ങിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് ഗെയിമറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്കും അതൊരു സ്കിൽ എന്തായിരിക്കും, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗെയിമിംഗ് എന്ന് പറയുമ്പോഴേക്കും എഗെയിൻ കുറച്ച് അവൈലബിൾ റിസോഴ്സസ് ഉണ്ട്. ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളതും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ് ഗോളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അവൻ ചിന്തിച്ചെടുത്താലേ പറ്റുള്ളൂ. സോ അവിടെ ഡെഫിനറ്റായിട്ടും സം സോർട്ട് ഓഫ് ഇൻ്റലിജൻസ് ഈസ് വർക്കിംഗ് അല്ലേ. ഇതേ ഇൻ്റലിജൻസിൻ്റെ ഫ്ലൂയിഡിറ്റി നമുക്ക് നമ്മുടെ ലേണിങ്ങിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ അവിടെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. റൈറ്റ്. യെസ്. സോ ആഫ്റ്റർ ലെവൽ 4 നമുക്ക് എന്ത് ചെയ്യാം? വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ചൂസ് ചെയ്യാം. അതുവരെ ഉള്ളത് ജനറിക് സ്കിൽസ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് ആകാം, സൈബർ സെക്യൂരിറ്റി ആകാം, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആകാം, ഡിസൈനിങ് ആകാം. ഇപ്പോൾ എൻ്റെ ക്യാമ്പസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് അതിനകത്തുള്ള പല കുട്ടികളും എന്നെക്കാൾ കൂടുതൽ മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട് ത്രൂ ദീസ് ഗിഗ് വർക്ക്സ്. അപ്പോൾ അവർ, നമ്മളിപ്പോൾ സാധാരണ ഒരു പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്തു തരത്തില്ല. ബിക്കോസ് ദേ ആർ ഹാൻഡ്സംലി ഗെറ്റിംഗ് പെയ്ഡ്. കാരണം അവരുടെ വർക്ക് പ്രൂഫ് ഓഫ് വർക്കായിട്ട് പല സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. ഡയറക്റ്റ് അവരിലേക്ക് എന്ത് വരുന്നുണ്ട്? വർക്ക് വരുന്നുണ്ട്. അവരത് എടുക്കുന്നു, ചെയ്യുന്നു, പേയ്മെൻറ്റ് മേടിക്കുന്നു, പോകുന്നു. ഓക്കെ. സോ ദേ ആർ ഏർണിംഗ് ഹാൻഡ്സംലി വൈൽ ദേ ആർ ലേണിംഗ്. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത്. എഗെയിൻ പല കേസിൽ ഇപ്പം SSM പോളിടെക്നിക് കോളേജ്, പോളിടെക്നിക്കിൻ്റെ കേസ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. SSM എന്നൊക്കെ മാസീവായിട്ടാണ് ഒരു സമയത്ത് കോൺട്രിബ്യൂഷൻ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടതെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ആസ് എ ഫാക്കൽറ്റി മെമ്പർ നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടി വരില്ല. ബാക്കി കുട്ടികൾ ഇതും കൊണ്ടങ്ങ് പറക്കും. ഓക്കെ. സോ ഇപ്പോൾ ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഓൾ യു ഹാവ് ടു ഡു ഇസ്, എന്താണ് ന്യൂ ലേണിംഗ് എന്ന് പറയുന്ന ഒരു എസെൻസ്, അത് നമ്മുടെ ഫ്രണ്ട്സിലേക്ക്, നമ്മുടെ സ്റ്റുഡൻസിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ച് എത്തിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ഡു. ഇനി നമ്മുടെ കോളേജുകളിലെ ഒരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പ്രെറ്റി മച്ച് ഷുവർ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ
പഠിപ്പിക്കുക എന്നുള്ളതിന് പുറമെ ഒന്നിൽ കൂടുതൽ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും. കോളേജുകളിൽ ഏതെങ്കിലും സെല്ലോ സെൻറ്ററോ അല്ലെങ്കിൽ എക്സാമിനേഷനോ ഓഡിറ്റിങ്ങോ എന്ന് പറഞ്ഞ് മാത്രമല്ല, ഒരുവിധം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിരിക്കും മിക്കവാറും ഇന്ന് കോൺക്ലേവ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും പുഷ് ചെയ്ത് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കോളേജിലൊരു സാറിനെ കണ്ടു. അപ്പം സാറ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോളേജിലെ എല്ലാ സെൽസിൻ്റെയും സെൻറ്റേഴ്സിൻ്റെയും ഒരു വർഷത്തെ ആക്ഷൻ പ്ലാൻ എടുത്ത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ വെരിഫൈ ചെയ്യുവാണ്. സാറ് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു. കാരണം സാറ് ഓൾറെഡി കളക്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ 72 സെൽസും സെൻറ്റേഴ്സും ഉണ്ട് ഒരു ക്യാമ്പസിനകത്ത്. 72 എണ്ണം ഓൺ പേപ്പർ. ഇതിനകത്ത് എത്ര എണ്ണം ആക്റ്റീവ്, 72 സെൻറ്റേഴ്സ് ആക്റ്റീവായിട്ട് ഒരു കോളേജിനും നടത്താൻ പറ്റില്ലെങ്കിൽ ക്ലാസ് പഠിപ്പിക്കുന്നതൊക്കെ അങ്ങ് നിർത്തി വെക്കേണ്ടി വരും അല്ലേ? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ 1-2 ആക്ടിവിറ്റി ഓരോ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സെമിസ്റ്റർ അവിടെ തീർന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പേപ്പറിലുണ്ട്. സോ വി ആർ ആക്ച്വലി വെരി വെരി ഗുഡ് അറ്റ് ക്രിയേറ്റിംഗ് പാരലൽ സിസ്റ്റംസ്. ഇതെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യമായിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ മ്യൂലേൺ എന്ന് പറഞ്ഞ് വീണ്ടും ചെന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. അവിടെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആസ് ഫാക്കൽറ്റി മെമ്പർ നമ്മളൊരു ലെയർ നിൽക്കുന്നു, സ്റ്റുഡൻസ് ഒരു ലെയറിൽ നിൽക്കുന്നു. നമ്മളെ ഒരേ ഒരു ഉദ്ദേശം, നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് അത് കാരണം ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. അതിപ്പോൾ IDC വഴിയാകാം, മ്യൂലേൺ വഴിയാകാം, ഏത് പാത്ത് വഴിയാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിലാണ് നമ്മുടെ പ്രൈം ഫോക്കസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ IDCയുടെ ചാർജ് ആയിരുന്നതുകൊണ്ട് IDCക്ക് ഒരു CSO എന്ന് പറയുന്ന ഒരു റോളുണ്ട്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ചീഫ് സോഷ്യൽ ഓഫീസർ എന്നുള്ളതാണ്. 2 വർഷം ഞാൻ ചീഫ് സോഷ്യൽ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ റോളൊക്കെ ഡിഫൈൻ ചെയ്ത് സോഷ്യൽ പ്രോബ്ലംസ് കണ്ടെത്തുക, സോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടു. പ്രത്യേകിച്ച് ഒരു യൂസ് ഞാൻ കണ്ടില്ല. ഞാൻ ആ സോഷ്യൽ എന്ന് പറയുന്ന വേർഡിനെ എടുത്ത് മാറ്റി സ്കില്ലാക്കി, ചീഫ് സ്കിൽ ഓഫീസർ, ബിക്കോസ് ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് മൈ ക്യാമ്പസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആരാണ് ഈ ചീഫ് സ്കിൽ ഓഫീസർ? അതിന് ഇനി ഒരാളെ ഇരുത്തിയിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് വേറൊരു സൈഡിൽ നടക്കുന്നു, മ്യൂലേൺ വേറൊരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ ഡ്യൂപ്ലിക്കേഷൻ. മ്യൂലേൺ ഇസ് നൗ ദ സ്കില്ലിംഗ് ബാക്ക് ബോൺ ഓഫ് മൈ കോളേജ്. അത് ഏത് എൻറ്റിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വന്ന് മ്യൂലേൺ യൂസ് ചെയ്യാം, സ്കിൽ ബിൽഡിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ CSO എന്ന് പറഞ്ഞാൽ ചീഫ് സ്കിൽ ഓഫീസറാണ്, മ്യൂലേൺ ലീഡാണ് എൻ്റെ ചീഫ് സ്കിൽ ഓഫീസർ. ഈ രീതിയിലുള്ളൊരു ഇൻ്റഗ്രേഷൻ പോസിബിൾ ആണെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു പുതിയ സെൻറ്റർ തുടങ്ങുന്നു, പുതിയൊരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട്. കോമൺ ഇൻട്രസ്റ്റ് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ സിസ്റ്റം, നമുക്ക് കോളേജിൽ എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാം. സോ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വരുന്നു, ഈ സ്റ്റുഡൻറ്റിലേക്ക് നമ്മൾ ബിയോണ്ട് കരിക്കുലം നമുക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ടത് 2 മേജർ സ്കിൽസ് ആണ് അല്ലേ? ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ സ്കില്ലാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പ്രശ്നം കണ്ടാൽ പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം അല്ലേ? അപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ആ സ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റണം. ഏത് ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എന്തിലാണെങ്കിലും ബേസിക്കലി ഈ 2 സാധനങ്ങൾ അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഓരോ സെൽസും സെൻറ്റേഴ്സിൻ്റെയും ഉദ്ദേശം. ആ സ്കിൽസ് ബിൽഡ് ചെയ്യുന്നതിന് പാരലലി ദേ വിൽ ബി ഇനിഷ്യേറ്റിംഗ് സം പ്രോജക്ട്സ്. ഓക്കെ, ഇതെല്ലാം ഇതുപോലെ അലൈൻഡ് ആയിട്ട് തന്നെയാണ് മ്യൂലേണിലും വരുന്നത്. അവരൊരു പ്രോജക്റ്റ് എടുക്കുന്നു, പ്രോജക്റ്റ് വർക്ക് ചെയ്ത് പ്രോജക്റ്റിന് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് റവന്യൂ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർട്ടപ്പായിട്ട് ചിന്തിക്കാം. ഞാനിതൊരു IDC പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. പക്ഷേ അവിടെ സക്സസ് ആയില്ലെങ്കിൽ പോലും ഇറ്റ് ultimately becomes a very good academic project which can be validated and rewarded. ഇനി ആ സ്റ്റാർട്ടപ്പ് ക്യാമ്പസിലിരിക്കെ തന്നെ ഇഫ് ദേ ക്യാൻ അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ റവന്യൂ വീണ്ടും ബിൽഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ തിങ്ക് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആസ് വൺ ഓഫ് ദെയർ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ആസ് ദെയർ കരിയർ പാത്ത്. ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവുകയാണ്, ഫർദർ കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ഒരു എക്സ്പീരിയൻസ് വിൽ ഡെഫിനറ്റ്ലി കണക്ട് them with a very good job. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു അക്കാഡമിയ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു അനാലിസിസ്. യെസ്, ആദ്യമേ ദീപ് പറഞ്ഞു ഒരു സീഡിൻ്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത് അല്ലേ? അപ്പോൾ ഒരു ഫ്ലവർ പ്രോപ്പറായിട്ട് ബ്ലൂം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ ആ ഫ്ലവറിൻ്റെ അടുത്ത് എന്താടാ നീ ബ്ലൂം ആവാത്തതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വാട്ട് വി നീഡ് ടു ഡു ഇസ് ടു ഫിക്സ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. നമ്മളെപ്പോഴും മോട്ടിവേഷൻ പലപ്പോഴും ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. എൻവയോൺമെൻറ്റ് ആക്ച്വലി ഡിഫൈൻസ് സക്സസ് മോർ ദാൻ മോട്ടിവേഷൻ എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ആക്ച്വൽ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിനെ ഒരു ബില്ലബിൾ സ്കില്ലാക്കി മാറ്റി ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്യാമ്പസിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വളരെ വളരെ സോളിഡ് പ്ലാറ്റ്ഫോമായിട്ടാണ് ന്യൂ ലേൺ ഇന്ന് ആക്ട് ചെയ്ത് പോകുന്നത്. സോ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി അത് പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോളണ്ടിയേഴ്സ് വളരെ ഈസി ആയിട്ട് നിങ്ങളെ അതിലേക്ക് കണക്ട് ചെയ്ത് ഓൺ ബോർഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വിത്ത് ദാറ്റ് താങ്ക് യു സോ മച്ച്. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു. അപ്പുറത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും റിയലി നമ്മുടെ മൊത്തം ഒരു ആംബിയൻസ് മാറിയ പോലൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ. യെസ്, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഇതിനകത്ത് മാർ ബസീലിയസ് കോളേജാണ് മേളിൽ നിൽക്കുന്നത്, ബാക്കിയുള്ള ഒരു പരിപാടിയില്ല. ഒരൊറ്റ എൻറ്റിറ്റിയാണ് ന്യൂ ലേൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏത് കോളേജ് ഏത് സ്റ്റുഡൻറ്റോ എങ്ങനെ വന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും മാർ ബസീലിയസിൻ്റെ എൻറ്റയർ റിസോഴ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പണായിട്ട്, അതിപ്പോൾ ഒരു സപ്പോർട്ടാണ്, ഒരു ടാസ്ക് ചെയ്യാനാണ്, ഒരു ലാബാണ്, എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അഷ്വർ ചെയ്യുന്നു ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അക്ഷയാണ് നമ്മുടെ ചീഫ് വോളണ്ടിയർ ആയിട്ടുള്ളത്. ഷീ ആക്ച്വലി ഫെമിനിസ്റ്റ് സ്റ്റുഡൻറ്റ് RIT പഠിക്കുന്ന സ്ഥലത്ത് ന്യൂ ലേണിലേക്ക് വരികയും ആൻഡ് ആസ് ഓഫ് നൗ ഷീ ഈസ് ആൻ ഓണ്ടർപ്രണർ. സോ ആൻഡ് ഷീ ഈസ് ആക്ച്വലി വോളണ്ടിയറിങ്. അപ്പോൾ ഇത് ന്യൂ ലേൺ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഒരു വോളണ്ടിയർ ഡ്രിവൺ നെറ്റ്വർക്കാണ്. സോ ഷീ ഹെഡ്സ് ദാറ്റ്. എങ്ങനെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് വരുന്നത്? അതൊന്ന് ഇട്ടേക്കാവോ? ആവുന്നില്ല എങ്കിൽ നമുക്ക് നമ്പർ, എല്ലാവരുടെയും നമ്പർ അവർ മേടിച്ചിട്ടുണ്ട്. അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേണേൽ ആഡ് ചെയ്യാം. ക്ലോസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു അക്കാഡമിയ സൈഡിനകത്ത് ശരിക്കും ഞങ്ങളിത് കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമയമല്ല. സോ ഇവിടെ വരുന്ന സമയത്ത് എവ്രി വൺ ഇസ് എ ലേണർ. ഇപ്പം എനിക്ക് ആ ഒരു പോയിന്റ് ആഡ് ചെയ്യണമെന്ന് തോന്നി. ബേസിക്കലി ഇവിടെ ആക്ച്വലി സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ പഠിക്കുന്നത്. ഇവിടെ ഓരോ ഫാക്കൽറ്റി ആണെങ്കിലും ഓരോ ഇൻഡസ്ട്രിയിലെ ആളാണെങ്കിലും ദാറ്റ്സ് എ ലേണർ. സോ ഇപ്പോൾ അരുൺ സാറിന് എത്ര കർമ്മ പോയിന്റ്സ് ഉണ്ട് സർ? 27,000. സോ ഇവിടെ ഏറ്റവും കൂടുതൽ കർമ്മ പോയിന്റ് ഉള്ളതും ഒരു ഫാക്കൽറ്റിക്കാണ്, ജിബിൻ സർ എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാം, എല്ലാവർക്കും ഇതിനകത്ത് പഠിക്കാം. സോ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടൊരു ആക്ഷൻ ഐറ്റം പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മളിവിടേക്ക് വരുന്നു, നമ്മുടെ ഓൾറെഡി നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത്. സോ ഇൻ കേസ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു സീരീസ് ഓഫ് ക്വിസ് ഉണ്ട്. സോ ഇത് ആക്ച്വലി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർസ് ആയിട്ട് അല്ലെങ്കിൽ കോഡർ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ മേക്കർ എന്നുള്ള രീതിയിലേക്കുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡായിരിക്കാം, അല്ലെങ്കിൽ മാനേജറൽ സൈഡായിരിക്കാം. സോ ഇതിനകത്താണ് നമ്മുടെ പല പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അതിനകത്ത് ക്ലസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ കോഡറിൻ്റെ അകത്തായിരിക്കും ഈ പറയുന്ന വെബ് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും AI, സൈബർ സെക്യൂരിറ്റി, ഇതെല്ലാം വരുന്നത് ഈ ഒരു കോഡറിൻ്റെ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്താണ്. സോ മേക്കറിൻ്റെ അകത്താണ് IoT പോലെയുള്ള റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിനകത്തായിരിക്കും. ആൻഡ് ക്രിയേറ്റീവ് സൈഡിലാണെങ്കിൽ ഇപ്പോൾ UI UX അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ, ഈ പറയുന്ന ക്രിയേറ്റീവ് ആസ്പെക്ട്സും കാര്യങ്ങളെല്ലാം ആ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺടർപ്രണർഷിപ്പ്, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നത് മാനേജറൽ സൈഡിൽ വരുന്നതാണ്. സോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആസ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും, സോ ബേസിക്കലി ആർക്ക് ലേൺ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പല IG-ൻ്റെ അകത്ത് യു ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ്. സോ ഇതിനകത്ത് നമുക്കൊരു ലേണിംഗ് പാത്ത് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിനകത്തുനിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ്. സോ വി ആർ നോട്ട് എ കോണ്ടന്റ് ക്രിയേഷൻ പ്ലാറ്റ്ഫോം. ഇതിനകത്ത് എന്താ പറയുക, ഒരുപാട് നമ്മൾ പഠിപ്പിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ല. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനകത്തും ഏതൊരു ഒരു കമ്പനി
അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് അതിനെ റൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏതോ ഒരു ട്രെയിനർ ഇരുന്ന് അതിനകത്തൊരു സിലബസ് വെച്ച് പഠിപ്പിക്കുന്ന ഒരു മോഡലല്ല അത് ചെയ്യുന്നത്. അതിനകത്ത് സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ റൈറ്റ് നൗ വർക്ക് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് ഇതിനകത്ത് എന്താണ് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ലേണിംഗ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബീഗിൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഹെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിളാണ് ഡയറക്റ്റ്ലി ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതുപോലെ ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. സോ ഇവരൊരു ലേണിംഗ് പാത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോൾ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് നിങ്ങൾ ഒത്തിരി പറഞ്ഞു കേട്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താ, ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുകയാണെങ്കിൽ ബൈ ദ എൻഡ് യു വോണ്ട് ബി ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് ആസ് സച്ച്. പക്ഷേ എന്തായിരിക്കും, നമ്മൾ ആക്ച്വലി ഒരു ഡയറക്റ്റ് വെബ്സൈറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ചലഞ്ചസ് ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ, ബ്രിങ് എ ബിസിനസ് ഓൺലൈൻ. നമ്മൾ ചുറ്റും കാണുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കാം, മേ ബി ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, ഒരു റിസോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചായക്കട ആയിരിക്കാം. സോ അതിനെ പ്രോപ്പറായിട്ട് അതിനെ ഡിജിറ്റൈസ് ചെയ്യുക, അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതിനകത്തൊരു QR കൊണ്ടുവന്നിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ വെക്കുക. സോ അതാണ് എൻ്റെ പ്രൂഫ് ഓഫ് വർക്ക്. അപ്പോൾ ഇതുപോലെ ഇവിടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതിനകത്തൊരു പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഇത് വെച്ചിട്ടായിരിക്കും ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസിനെ കാണാം. സോ ഇപ്പോൾ മുഹമ്മദ് ആണെങ്കിൽ IoT-നകത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദർ ഇസ് അനിൽ, ഹിസ് ഇൻ ടു പ്രൊഡക്ഷൻ, മീഡിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ ദീപചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത് നമ്മുടെ ടീമാണ്. സോ ദേ വാസ് ഹെഡിങ് ആ ഒരു UI/UX അല്ലെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. സോ കോണ്ടന്റ് ക്രിയേഷൻ, എഗെയിൻ ഈ പറയുന്ന ഒരുപാട് ഈ പറയുന്ന സ്റ്റുഡൻസ് ഒക്കെ ഈ പറയുന്ന ഒരുപാട് IG-ൻ്റെ അകത്തും ഈ പറയുന്ന സ്കില്ലും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഓൾസോ ദ ഫാക്കൽറ്റീസ്. സോ ചെറിയൊരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആക്ച്വലി യു ക്യാൻ ടച്ച് പീപ്പിൾസ് ലൈഫ്. സോ ആസ് ഫാക്കൽറ്റീസ് വെൻ യു ഗോ ബാക്ക് ടു കോളേജ്, ശരിക്കും നമ്മളെപ്പോലെ ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മൾ സ്വപ്നം കാണുന്ന കുറേ പിള്ളേർ അവിടെ ഉണ്ടായിരിക്കും. സോ അതിനകത്ത് നിങ്ങൾ ആസ് എ പേഴ്സൺ ശരിക്കും നിങ്ങൾ ഒരാളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വാല്യുബിൾ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. സോ അതുപോലെ നിങ്ങൾ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആസ് പോസിബിൾ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ആൻഡ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു യുലേണിൻ്റെ അകത്ത്. ഇറ്റ്സ് എ ഫാമിലി. ഇവിടെ സ്റ്റുഡൻസ് ആണ്, ഫാക്കൽറ്റി ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബോഡിയാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ലേണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഇറ്റ്സ് എ ബിഗ് ഫാമിലി. സോ ഇൻവൈറ്റിംഗ് യു എല്ലാവരെയും യുലേണിൻ്റെ ഫാമിലിയിലേക്ക്. താങ്ക് യു. എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റിനകത്ത്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും അത് മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും അതിനകത്ത് ആസ് എ ഫാക്കൽറ്റി നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, ഹൗ സ്റ്റുഡൻറ്റ് ഷുഡ് ലേൺ എന്നുള്ളത്. അത് അസൈൻമെൻറ്റ് എഴുതണം എന്ന് പറയുന്ന കുറേ കോംപ്ലയൻസ് മെക്കാനിസംസ് കാണും. അത് കൃത്യമായിട്ട് ഓൺ പേപ്പർ തന്നെ ചെയ്ത് വെക്കണോ, ഓർ വെദർ ദേ ക്യാൻ ഗോ ഫോർ സം സോർട്ട് ഓഫ് സിമുലേഷൻസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കണ്ടൻറ്റിനെ മ്യൂലേണൈസ് ചെയ്ത് നമുക്ക് മ്യൂലേൺ പ്ലാറ്റ്ഫോമിലൂടെ റൺ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CAD ഡിസൈനിങ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സാറ് സജസ്റ്റ് ചെയ്ത പോലുള്ള നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് അതിനെ നമുക്ക് ചലഞ്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാക്കൽറ്റിക്ക് ഒരു അസൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം, സിവിലിൽ ഇപ്പോൾ ഒരു CAD ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ടാസ്ക് ആക്കി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പോർട്ടലിലേക്ക് പുഷ് ചെയ്യാനും അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികളെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രി മെൻറ്റേഴ്സും മോഡറേറ്റേഴ്സും ആയിരിക്കും അവർ ചെയ്തിട്ടുള്ള ടാസ്കിനെ മോഡറേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ മോഡറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് മാർക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അസസ്മെൻ്റ് ആയിട്ടോ എടുക്കുന്നതെന്ന് പറയുന്നൊരു ഈ ഒരു ട്രാൻസിഷനാണ് ശരിക്കും ഞാൻ നമ്മുടെ കോളേജിൽ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ഇതിന് വേണ്ടി നമ്മളൊരു ക്ലാസ് വയ്ക്കുന്നു, വൈകുന്നേരം വന്ന് ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല. മ്യൂ ലേണിംഗ് ഇസ് കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദി എൻറ്റയർ ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനകത്തും നമുക്ക് എങ്ങനെ മ്യൂ ലേണിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, സോ ദാറ്റ് ദ ഫാക്കൽറ്റി ആസ് വെൽ ആസ് ദ സ്റ്റുഡൻറ്റ് ആർ ഗെറ്റിംഗ് മാക്സിമം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്.